ഹലോ, ഞാൻ നിങ്ങളുടെ അയാനാമു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വീണ്ടും ഒരു കഥയായിട്ട് വന്നേക്കാം. ഇതൊരു വലിയ കഥയാട്ടോ. ഞാൻ കഥ പറഞ്ഞ് തീർക്കാം. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കേട്ട് തീർക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കഥ ഇഷ്ടമാണെങ്കിൽ നമുക്ക് വീണ്ടും ഇതിൻ്റെ അടുത്തടുത്ത ഭാഗം കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ പിന്നെ അതിനിടയിൽ കൂടെ ടെനിയുടെ കാര്യം കൂടെ മറക്കണ്ട. ടെനിയിലേക്കും വന്ന് ജോയിൻ ചെയ്തോളൂ കേട്ടോ. നമുക്കപ്പോൾ ഇന്നത്തെ കഥയിലേക്ക് പോയാലോ. 40കളുടെ മധ്യത്തിൽ വിലസുന്ന രാജീവൻ്റെ ഭാര്യ രജനി. കഷ്ടപ്പാടുകളുടെ നടുവിൽ കല്യാണപ്രായ മകളും പഠിത്തം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്ന മകനും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. സ്വന്തമായുള്ള വീടിൻ്റെ ആധാരം ബാങ്കിൻ്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ അനവധി കഴിഞ്ഞു. പലതവണ പുതുക്കി കടം അതിൻ്റെ മാക്സിമമായി അടച്ചും അടയ്ക്കാതെയും അതിൻ്റെ വഴിക്ക് അങ്ങനെ പോകുന്നു. കുടുംബത്തിൻ്റെ ഭാരം സ്വയം തലയിൽ വെച്ചതല്ല, വെക്കേണ്ടി വന്നതാ. ദൂരത്തിനും ആഡംബരത്തിനും പുറകെ പോകുന്ന സ്വാർത്ഥനായ ഭർത്താവുള്ള ഏതൊരു പെണ്ണിനും അനുഭവിക്കേണ്ടി വന്ന അതേ സാഹചര്യം തന്നെയാണ് രജനിക്കും. 18-ാം വയസ്സിൽ ഒന്നും അറിയാത്ത പ്രായത്തിൽ രാജീവിൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറിയവൾ. അത്യാവശ്യം ചുറ്റുപാടുള്ള വീട്ടിൽ തന്നെയാണ് രജനിയുടെ ജീവിതം തുടങ്ങിയത്. പ്രീ ഡിഗ്രി കഴിഞ്ഞ് ടൈപ്പിന് ചേർന്ന സമയത്താണ് രാജീവൻ്റെ ആലോചന വരുന്നത്. വകയിൽ ഒരു ബന്ധമാണ് ആലോചന കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അധികം അന്വേഷണമൊന്നും ഉണ്ടായില്ല. അന്വേഷിച്ചപ്പോൾ നല്ല അഭിപ്രായം. പിന്നെ രജനി വീണത് രാജീവൻ്റെ സൗന്ദര്യത്തിലാണ്. എട്ടും പട്ടും ചെയ്യാത്ത പ്രായത്തിൽ കാണാൻ ചുള്ളനായ ഒരാൾ തന്നെ ഇഷ്ടപ്പെട്ടപ്പോൾ ഇരുന്നറുള്ള രജനിക്ക് അത് വേറെ ഒന്നും വേണ്ടായിരുന്നു. വെളുത്തെടുത്ത് ആപ്പിൾ പോലുള്ള ഒരാൾ. ഇനി എന്ത് വേണം? രജനി ഇഷ്ടത്തോടെ തന്നെ സമ്മതിച്ചു. ആർഭാടമായി കല്യാണം കഴിഞ്ഞു. പാത്രങ്ങളും ചെമ്പും വാർപ്പും ഉരുളിയും എന്തിന് ആ നാട്ടിൽ ആദ്യമായി TV പോലും രജനിയാണ് കൊണ്ടുവന്നത്. ആകെയുള്ള മകൾക്ക് വാരിക്കോരി രജനിയുടെ അച്ഛന് എല്ലാം നൽകി. 2 മക്കളാണ്, രജനിയും അനിയൻ കിഷോറും. പുള്ളി ഇപ്പോൾ അത്യാവശ്യം നല്ല നിലയിലാണ്. കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുണ്ട്. അതും വലിയ കുഴപ്പമില്ല, സ്നേഹമൊക്കെ തന്നെയാണ്. രജനിയുടെ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകൾ വലിയ കുഴപ്പമില്ലാതെ പോയി. കൂട്ടുകാരികൾ അധികമൊന്നും ഇല്ലാതിരുന്ന രജനിക്ക് മണിയറ കാര്യങ്ങൾ അധികം അറിവില്ലായിരുന്നു. ഇതൊക്കെ ചെയ്യും എന്നല്ലാതെ എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണമെന്നൊന്നും വലിയ പിടിയില്ല. രാജീവൻ അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന കൂട്ടത്തിലാണ്. രജനിയെ രാജീവൻ കാര്യങ്ങൾ ഓരോന്നായി പഠിപ്പിച്ചു. രജനി താല്പര്യത്തോടും ശ്രദ്ധയോടും കൂടി പെട്ടെന്ന് തന്നെ എല്ലാം പഠിച്ചെടുത്തു. അതിൻ്റെ സുഖം അവൾ അറിഞ്ഞു. ഓരോ രാത്രിയിലും ആ സുഖം കൊണ്ട് തേങ്ങിക്കരഞ്ഞ് രാജീവിൻ്റെ രോമം നിറഞ്ഞതിൽ ഉറങ്ങും. മാസം 2 കഴിഞ്ഞു. രാജീവിൻ്റെ വീട്ടിലോട്ടുള്ള വരവിൻ്റെ സമയം പതുക്കെ കൂടി. 9 മണിക്ക് വന്നിരുന്ന ആൾ 10ആയി, 11ആയി, 1ഉം 2ഉമായി. ചില ദിവസങ്ങൾ വരാതെയായി. എപ്പോൾ വന്നാലും രജനിയെ തളർത്തിയിട്ട് രാജീവൻ കിടക്കും. അതുകൊണ്ട് തന്നെ അവൾക്ക് പരാതികളുണ്ടായില്ല. പോകെ രജനി നല്ലൊരു കളിക്കാരിയായി. രാജീവൻ എങ്ങനെ പറഞ്ഞാലും അവൾക്ക് സമ്മതം. പല രീതിയിൽ രജനിയെ രാജീവൻ കളിച്ചു തിമിർത്തു. രജനി തിരിച്ചും. രാജീവൻ്റെ അതായത് കുതിര അതൊക്കെ ഇല്ലേ, അതൊക്കെ അവൾക്ക് വല്ലാത്ത ആവേശമായിരുന്നു. അങ്ങനെ കളിയും സുഖമൊക്കെ ആയി 4 മാസം കഴിഞ്ഞു. രാജീവൻ പണിക്കൊന്നും പോകുന്നില്ല. കൈ ഇഷ്ടം പോലെ കാശും. അങ്ങനെ രജനി ഗർഭിണിയായി. സന്തോഷ വാർത്ത അറിഞ്ഞ രജനിയുടെ അച്ഛനും അമ്മയും ആങ്ങളെയും അവളെ കാണാനെത്തി. അവരുടെ നാട്ടിലുള്ള ഒരു ആചാര ആദ്യമായി ഗർഭിണിയാകുമ്പോൾ വിവാഹ ദിവസം എടുത്ത വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞു വേണം ചടങ്ങിൽ പങ്കെടുക്കാൻ. അന്നാ രജനി ആദ്യമായി സത്യങ്ങൾ അറിയാൻ തുടങ്ങിയത്. ഒരുപാട് സ്വർണവുമായി ആ വീട്ടിലേക്ക് കെട്ടിക്കയറിയ രജനിയുടെ ആഭരണങ്ങൾ പലതും കാണാനില്ല. അമ്മയെ കാര്യം അവതരിപ്പിച്ച് ഞെട്ടലോ മറ്റൊന്നും അവരിൽ ഉണ്ടായില്ല. മറിച്ച് രജനി ഞെട്ടി. നിന്റെ നായരെടുത്ത് കാണും, എന്നോടൊന്നും പറഞ്ഞില്ല. അമ്മ, നീ എവിടെ സ്വർണം വെച്ചത്? അലമാരയിൽ പൂട്ടിയിരുന്നോ? ഇല്ല. ആ, നന്നായി. അതവൻ കളിക്കും കൊണ്ടുപോയിട്ടുണ്ടാവും.
കളിക്കാനോ? എന്ത് കളി? ചീട്ട് കളിക്കാൻ, അല്ലാതെന്ത്? അതല്ലേ പാതിരാത്രിക്കും പുലർച്ചയ്ക്കൊക്കെ വരുന്നേ. ഞാൻ പറഞ്ഞു മടുത്തു. അതൊന്നും നേരെയാക്കാനാ കല്യാണം കഴിപ്പിച്ചത്. അതും വെറുതെ ആയി. തകർന്നു പോയി രജനി. രാജീവൻ എന്നെ ദുർനടപ്പുകാരനെ നന്നാക്കാനുള്ള വഴിയായിട്ടാ രജനി അവിടെയുള്ളവർ കണ്ടത്. ഒരു പരീക്ഷണ വസ്തുവാണ് താനെന്ന തിരിച്ചറിവ് അവളെ ശരിക്കും തളർത്തി. ഗർഭിണിയായ സന്തോഷത്തേക്കാൾ ഇനിയുള്ള തൻ്റെ ജീവിതം എങ്ങോട്ട് എന്ന ചിന്ത അവളുടെ ഉള്ളിൽ കിടന്ന് നേറി. അച്ഛനും അമ്മയും ആങ്ങളെയും വന്നു. കാര്യങ്ങൾ അവരെ അറിയിച്ചു. തങ്ങൾ വഞ്ചിക്കപ്പെട്ട വിവരം വളരെയധികം ദുഃഖത്തോടെ അവർ മനസ്സിലാക്കി. ഇതൊന്നും അറിയാതെ രാജീവൻ കളിയിൽ മുഴുകി. മറ്റുള്ളവർ ചേർന്ന് രാജീവനെ പറ്റിച്ചു കൊണ്ടിരുന്നത് അയാളും മനസ്സിലാക്കിയില്ല. കയ്യിലുള്ളത് കഴിഞ്ഞ് തിരികെ വീട്ടിലെത്താൻ പുലർക്കാലം 3 മണിയായി. അന്നവിടെ ചെറിയൊരു യുദ്ധം നടന്നു. ഉപദേശത്തിൻ്റെ ഒടുക്കം എല്ലാം ഒത്തുതീർപ്പാക്കി രാജീവൻ പുതിയ മനുഷ്യനെന്ന വിശ്വാസത്തിൽ രജനിയുടെ വീട്ടുകാർ യാത്ര പറഞ്ഞിറങ്ങി. 4 ദിവസം മാത്രം രാജീവൻ പുതിയ മനുഷ്യനായി. അയാളുടെ മനസ്സ് മുഴുവൻ ചീട്ടുകളി വട്ടത്തിലായിരുന്നു. നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കണം. രജനിയുടെ വളകളുടെ എണ്ണം വീണ്ടും കുറഞ്ഞു. കാശ് പിന്നെയും പോയി. രജനി അറിഞ്ഞും അറിയാതെയും അവളുടെ സ്വർണ്ണാഭരണങ്ങൾ ഓരോന്നായി ദിവസേന കുറഞ്ഞുകൊണ്ടേയിരുന്നു. കാലം മുന്നോട്ട് നീങ്ങി. മാറ്റമൊന്നുമില്ലാതെ രാജീവനും രജനിയും. അതിനിടയ്ക്ക് രജനി 2 മക്കൾക്ക് ജന്മം നൽകി. ഒരു പെണ്ണും ഒരാണും. മക്കൾ സ്കൂളിൽ പോവാറായപ്പോഴേക്കും രജനിയുടെ വീട്ടിൽ നിന്നും കൊടുത്ത പാത്രങ്ങൾ ഉൾപ്പെടെ വിലപിടിപ്പുള്ള എല്ലാം രാജീവൻ വിറ്റു തുലച്ചു. പിന്നീടത് കടം വാങ്ങലിലെത്തി. രജനിയുടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് അവളുടെ അച്ഛനാ. അവൾക്ക് വേണ്ട അരിയും സാധനങ്ങളും എന്തിന് അവളിടുന്നേ ഇതുപോലും അച്ഛൻ കൊടുക്കുന്ന കാശിൽ നിന്ന് വേണം വാങ്ങാൻ. രജനിയുടെ അതൊന്നും ഊരാനല്ലാതെ ഒടിപ്പിക്കാൻ രാജീവൻ അറിയില്ലായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. മകളെയും മകനെയും അച്ഛൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവരുടെ പഠനം, അതിൻ്റെ ചെലവ് എല്ലാം അച്ഛനാണ് നിർവഹിച്ചത്. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയി. രജനിയുടെ അച്ഛനും അമ്മയ്ക്കും പ്രായം ഒരുപാടായി. അച്ഛൻ നോക്കിയിരുന്ന കച്ചവടം ആങ്ങളെ ഏറ്റെടുത്തു. അതോടെ രജനിയുടെ കഷ്ടകാലം മൂർധന്യത്തിലെത്തി. മാസം കിട്ടിക്കൊണ്ടിരുന്ന കാശിൻ്റെ അളവ് കുറഞ്ഞു. സാധനങ്ങൾ കിട്ടാതായി. അവരെയും കുറ്റം പറയാൻ കഴിയില്ല. ചിലവ് അത്രമാത്രമുണ്ട്. 2 കുട്ടികളുടെ പഠന ചിലവും വീട്ടു ചിലവും ഒക്കെ നല്ലൊരു തുക വേണം. അതിൻ്റെ കൂടെ അനിയൻ കല്യാണം കൂടി കഴിച്ചു. അതോടെ നാത്തൂനും കണക്കുകൾ അറിയാൻ തുടങ്ങി. ഒന്നും പറഞ്ഞിരുന്നില്ലെങ്കിലും അവരുടെ മനസ്സിൽ കാണുമല്ലോ. തൻ്റെ ഭർത്താവ് അധ്വാനിക്കുന്നതിന് പെങ്ങളുടെ മക്കളും കൂടി അനുഭവിക്കുമ്പോൾ ആർക്കായാലും ഒരു മുറുമുറുപ്പ് വരും. സ്വാഭാവികം. അതൊന്നും അവർ രജനിയോടും മക്കളോടും കാണിച്ചിരുന്നില്ല. എന്തായാലും രജനിയുടെ അവസ്ഥ ദിനംപ്രതി മോശമായി. ഒരു മാറ്റമില്ലാതെ രാജീവനും. ആ മാറ്റമെന്ന് പറയാൻ കഴിയില്ല. രാജീവൻ കുടി തുടങ്ങി. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. നല്ലൊരു സംശയ രോഗിയാണ് രാജീവൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ ചില്ലറ ഒളിസേവകൾ രാജീവനുണ്ടേ. ചീട്ട് കളി കഴിഞ്ഞ് ആ സമയത്ത് വരുമ്പോൾ പല സ്ഥലങ്ങളിലും ഒളിസേവ കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്താറ്. എല്ലാവരും ഒരുപോലെയാണെന്നാണ് രാജീവൻ്റെ ധാരണ. രജനി മറ്റാരോടെങ്കിലും സംസാരിച്ചാൽ നോക്കിയാൽ ഒക്കെ രാജീവൻ അതിനെക്കുറിച്ച് ചോദിക്കും. വിശദമായിട്ട് തന്നെ. സമ്പാദ്യവും ഇല്ല, മനസ്സമാധാനവും ഇല്ല, ഒന്ന് ചിരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അവൾക്കില്ല. ശരിക്കും കൂട്ടലടച്ച കളിയുടെ അവസ്ഥ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും രാജീവിന് നാട്ടിൽ നല്ല പേരാ. വീട്ടിലുള്ളതിൻ്റെ വിപരീത സ്വഭാവം അയാൾക്ക് നാട്ടിൽ. അല്ലെങ്കിലും പല മാന്യന്മാരുടെയും തന്നെ സ്വഭാവം നമ്മൾ കാണുന്നതല്ലോ. രജനി പുറത്ത് പോവുകയാണെങ്കിൽ അധികവും ചുരിദാറാണ് ധരിക്കാറ്. ലൂസായ കഴുത്ത് കയറി വെട്ടിയേ. ഭാര്യയുടെ ഒന്നും പുറത്ത് കാണുന്നത് രാജീവിന് സഹിക്കില്ല. വേറെ ആരും തൻ്റെ ഭാര്യ നോക്കുന്നത് പോലും അയാൾക്കിഷ്ടമല്ല. സാരിയാണെങ്കിൽ പിന്നെ കുത്ത് അവൾ മടുക്കും. അങ്ങനെ ദാരിദ്ര്യത്തിലെത്തിയപ്പോൾ രജനി ഒന്ന് തീരുമാനിച്ചു. എന്തെങ്കിലും ഒരു ജോലി വേണം. PSC ഒന്നും ഇനി നടക്കില്ല. അതിൻ്റെ സമയം കഴിഞ്ഞു. പഞ്ചായത്തിൽ ഡാറ്റ എൻട്രി വന്ന സമയം. ടൈപ്പ് പഠിച്ചത് കൊണ്ട് ഡാറ്റ എൻട്രി ചെയ്യാനുള്ള ജോലി അവൾക്ക് ലഭിച്ചു. പിടിപ്പത് പണിയുണ്ട്. പണി ചെയ്യാൻ ആൾക്ക് വലിയ ഉത്സാഹമാണ്. വീട്ടിലുള്ള പണികൾ ചെയ്തും വിറകുണ്ടാക്കിയും അങ്ങനെ ആരോഗ്യമുള്ള ശരീരമുണ്ട് രജനിക്ക്. ഇതിനിടയ്ക്ക് രജനിയുടെ അമ്മായിയമ്മയും മരിച്ചു. ആ വീട്ടിൽ അവൾ 2 ആൾ മാത്രമായി.
അപ്പോഴാണ് അടുത്ത കുരിശ് വന്നത്. ഭാഗം വെക്കണം. രാജീവിന് 4 പെങ്ങന്മാരുണ്ട്. അവരിരിക്കുന്ന വീട് രാജീവിന് തന്നെ കിട്ടി. പക്ഷേ അതുവരെ അനുഭവിച്ചിരുന്ന തേങ്ങയും കുരുമുളകും മറ്റും അതെല്ലാം മറ്റുള്ളവർക്ക് പോയി. അതോടുകൂടി രജനി തീർത്തും പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. രാജീവിന് രജനി ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല. മറ്റു നിവൃത്തിയില്ലാത്ത ആൾ സമ്മതിച്ചു എന്ന് മാത്രം. പക്ഷേ നിബന്ധനകൾ നിരവധിയാണ്. ആദ്യ സമയം രാവിലെ 10 മണിക്ക് പഞ്ചായത്തിലെത്തേണ്ടത്. ആളുടെ വീട്ടിൽ നിന്നും 15 മിനിറ്റ് മതി. ഓഫീസ് കഴിഞ്ഞ് 5:15 വീഴെത്തണം. ആണുങ്ങളോട് സംസാരിക്കരുത്, നോക്കരുത്, ആരുടെയും വണ്ടി കയറി വരരുത്. അങ്ങനെ 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 കുറേ നിബന്ധനകൾ. ഈ കഥ നടക്കുന്ന സമയം രജനിക്ക് 42 വയസ്സാണ്. രാജീവിന് 50. മക്കൾ 2 പഠിത്തം കഴിഞ്ഞു. മകൾ ടീച്ചറായി പ്രൈവറ്റ് സ്കൂളിൽ ജോലി ചെയ്യുന്നു. മകൻ്റെ കാര്യത്തിൽ അത്ര സന്തോഷത്തിലല്ല. വേറൊന്നുമല്ല, സ്ഥിരമായി നല്ലൊരു ജോലിയില്ല. അനിയൻ്റെ കൂടെ തന്നെ സഹായിയായിട്ട് പോകുന്നു. അവൻ്റെ ആവശ്യത്തിനുള്ളത് ലഭിക്കും എന്നല്ലാതെ വീട്ടിലേക്കൊന്നും കൊടുക്കാറായില്ല. എന്നാലും ഉള്ളത് അവൻ അമ്മയെ ഏൽപ്പിക്കും. രജനി ഡാറ്റ എൻട്രിയായി പഞ്ചായത്തിൽ കയറി വർഷം 2 കഴിഞ്ഞു. രജനിയുടെ അവസ്ഥ അറിയുന്ന പഞ്ചായത്ത് അംഗങ്ങളും സ്റ്റാഫും അവളെ പരമാവധി സഹായിച്ചു. ഒഴിവുള്ള തസ്തികകളിൽ നിയമനം നൽകി സ്ഥിരമല്ലെങ്കിലും സ്ഥിരമായൊരു വരുമാനം ഇപ്പോൾ അവൾക്കുണ്ട്. അങ്ങനെ കാര്യങ്ങൾ ഒരുവിധം മുന്നോട്ട് പോകുമ്പോഴാണ് രജനിക്ക് മറ്റൊരു ജോലി ശരിയാകുന്നത്. മൃഗാശുപത്രിയിൽ അറ്റൻഡറുടെ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം. ഇപ്പോഴതിനേക്കാൾ വരുമാനം ഉണ്ടാകും. അങ്ങനെ രജനി മൃഗാശുപത്രിയിൽ ജോലിക്ക് കയറി. രജനിയുടെ പുതുജീവിതം ഇവിടെ തുടങ്ങുക. ഇവിടെ ആരുമില്ലേ? ഇതൊക്കെ തുറന്നു മലർത്തിയിട്ട് എവിടെ പോയി എല്ലാവരും? ആരാ? ഡോക്ടറില്ല. ഞാൻ രജനി. ആ പഞ്ചായത്തിൽ നിന്നും പക്ഷെ പുതിയ ആളല്ലേ? അതെ, ഞാൻ സജിൻ, ഇവിടുത്തെ എല്ലയാണ്. പിന്നെ കാഷ്വൽ സ്ലീപ്പറുണ്ട്, സലീനേത്ത. സലീനെ എനിക്കറിയാം. എങ്ങനെ? പഞ്ചായത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. ആ, ഇത്ത കുടുംബശ്രീയിലെന്തോ ആയിരുന്നു. ആ, തൊഴിലുറപ്പിൻ്റെ മാറ്റ്. ആ, ചേച്ചി വായോ, അകത്തിരിക്കാം. പിന്നെ എനിക്കിവിടുത്തെ ജോലിയൊന്നും അറിയില്ല. അറിഞ്ഞിട്ടാണോ ചേച്ചി നമ്മളെല്ലാം ചെയ്യുന്നേ? അങ്ങോട്ട് പഠിക്കുകയല്ലേ ചേച്ചി, ഒന്നും പേടിക്കണ്ട. എന്നാലും ഡോക്ടറില്ല, അതുകൊണ്ട് തന്നെ രോഗികളുമില്ല. വല്ലപ്പോഴും ആരെങ്കിലും വന്നു. അപ്പോൾ പണിയൊന്നുമില്ലേ? അതെന്താ, വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ലേ? വെറുതെ ഇരിക്കുന്നത് ബോറടിയല്ലേ? എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. കുറേ കാലം ചെയ്തതല്ലേ, ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം. ആ, പിന്നെ പറ, വീട്ടിലാരൊക്കെയുണ്ട്? ഭർത്താവും മക്കളും. മക്കൾ എന്ത് ചെയ്യുന്നു? മോള് പഠിത്തം കഴിഞ്ഞു, ഇപ്പോൾ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യുക. മോനെൻ്റെ അനിയൻ്റെ കൂടെയാണ്. അവൻ നല്ലൊരു ജോലി ശരിയാവണം. ഹസ്ബൻഡോ? ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ചായ ഉണ്ടാക്കിയാലോ? അതിനൊക്കെയുള്ള സൗകര്യമുണ്ടോ? പിന്നെ ഇവിടെ എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്, ഞാൻ ഉണ്ടാക്കാം. നാളെ മുതൽ ഉണ്ടാക്കിക്കോ. ഇത് ഞാൻ ഉണ്ടാക്കാം. ചായ ഉണ്ടാക്കാനൊക്കെ അറിയോ? ഞാനിവിടെ വരുന്നതിന് മുന്നേ കൊല്ലത്തായിരുന്നു. അവിടെ ഒരു വീടെടുത്ത് താമസിക്കുകയായിരുന്നു. ഫുഡൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കി. സംശയം വരുമ്പോൾ അമ്മയെ വിളിക്കും. ആ, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മ മാത്രം. ഒറ്റ മോനാ? അതെ. എന്നാ ഒരു പെണ്ണ് കെട്ടിക്കൂടെ? അമ്മ പറഞ്ഞു മടുത്തു. അതെന്തേ കെട്ടാതെ നിൽക്കണേ? ഒന്നുമില്ല, നോക്കണം. ആ, ഇപ്പോൾ എത്ര വയസ്സായി? എത്ര പറയണം? ഓ, അതെനിക്കിഷ്ടമായി. ചേച്ചി ഫുള്ള് കോമഡി മൂഡാണല്ലേ? ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെന്തായാലും നന്നായി. ഞാൻ നല്ലോണം സംസാരിക്കും. പഠിക്കുന്ന സമയത്ത് കുറേ തല്ല് കിട്ടിയിട്ടുണ്ട് ടീച്ചറുടെ കയ്യിൽ നിന്ന്. അല്ല, സലീന എവിടെ പോയതാ? ആരോ വരുന്നുണ്ട്, ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് പോയതാ. ചായ കുടിക്ക്. ആ, അലമാര തുറന്നേ. ഇതാണോ? ആ, അത് തന്നെ. അതിലെ 3ാമത്തെ അറ തുറന്നേ. ഇതെന്താ, ബേക്കറിയാ? ആ, ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കറിച്ചുകൊണ്ടിരിക്കണം, അതിന് വാങ്ങി വെച്ചതാ. ഇഷ്ടമുള്ളത് എടുത്തോ. മധുരം കഴിക്കുമോ ചേച്ചി? ആ, ദേ ആ ബക്കറ്റ് കണ്ടോ? അത് ഫുൾ സ്വീറ്റ് ഐറ്റംസാണ്. ഞാൻ നല്ലോണം മധുരം കഴിക്കും. ഷുഗർ വരണ്ട. എങ്ങനെയുണ്ട് ചായ? നന്നായിട്ടുണ്ട്. ശരിക്കും? അതോ എന്നെ ആക്കിയതാ? ഏയ്, അടിപൊളി ചായ. എന്തായാലും സാറുണ്ടാക്കിയതല്ലേ. സാറൊന്നും വേണ്ട, സജിന്ന് വിളിച്ചാൽ മതി. എനിക്ക് അങ്ങനെയൊന്നുമില്ല ചേച്ചി. സലീനെത്താ എന്നെ വിളിക്കണ കേട്ടിട്ടില്ലല്ലോ. അത് വരട്ടെ, അപ്പം മനസ്സിലാകും.
രജനി ചേച്ചി ഇതപ്പം വന്നു. കുറച്ച് നേരമായിടി. ആ ചക്ക കൊന്ന് തിന്നിട്ടുണ്ടാവൂല്ലേ? നല്ല രസമല്ലേ സംസാരിച്ചിരിക്കാൻ? ആ നല്ല രസമാണ്, വായ കൂട്ടില്ലത്. സാറെന്ന് വിളിച്ചപ്പോൾ അങ്ങനെ വിളിക്കണ്ടെന്ന് പറഞ്ഞത്. അതിന് അങ്ങനെയൊന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. സർക്കാർ ജോലിക്കാരനൊന്നുമില്ല. വേഷം കണ്ടില്ലേ? ഏതെങ്കിലും സർക്കാർ ജീവനക്കാരൻ ഇതുപോലെ കീറിയ പാൻറ് ഇട്ട് വരുമോ ജോലിക്ക്? ചെരുപ്പുമല്ലേ, ചെറുപ്പമല്ലേ. പാവയച്ചി, നല്ല സ്നേഹമുള്ള പയ്യനാ. അതെനിക്കും തോന്നി. എന്താ രണ്ടാളും കൂടി നിൻ്റെ കുറ്റം പറയുക? ഓ എന്താ അപ്പം അതിനും മാത്രം കുറ്റം എനിക്ക്? എന്താ ഇല്ലാത്തേ? പറ, ഒരെണ്ണം പറ. നേരത്തിന് കല്യാണം കഴിക്കാതെ ആ തള്ളെ ഇടങ്ങേറാക്കി നടക്കുക. ഓ അതാണ് കാര്യം. നല്ലതിനെ കിട്ടിയാൽ നമുക്ക് നോക്കാം. എന്തേ? എന്നാ പറ, നിൻ്റെ കണ്ടീഷൻ എന്താ? എനിക്കിങ്ങനെ കണ്ടീഷനൊന്നും ഇല്ലത്താ. കാണാൻ കൊള്ളുന്ന പെണ്ണായിരിക്കണം, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആണല്ലെങ്കിൽ നന്നായി, അത്യാവശ്യം വിദ്യാഭ്യാസം വേണം. ഇത്രേ ഉള്ളൂ. പിന്നല്ല, ജോലിയൊന്നും വേണ്ടേ? ജോലി വേണമെന്നൊന്നുമില്ല, ജോലിക്ക് പോകുന്നതിൽ എതിർപ്പുമില്ല. അല്ലെങ്കിൽ തന്നെ പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നതിൽ എന്തിനു എതിർക്കുന്നത്? ഒരിക്കലില്ല ചേച്ചി. അവരവരുടെ ഇഷ്ടങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം. ആൺകുട്ടിയും കഷ്ടപ്പെട്ട് പഠിച്ചത് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെന്ന ആഗ്രഹത്തോടായിരിക്കുമല്ലോ. അത് വേണ്ടെന്ന് പറയാൻ ആർക്കും അധികാരം? അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ലല്ലോ. അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളല്ലേ. അതെ, സത്യം. ഇങ്ങനെയും ചിന്തിക്കുന്നവരുണ്ടല്ലോ. അതെന്താ ചേച്ചി? അധികം ആളുകളും വേറെ പോലെ അല്ലേ? ഞാൻ നോക്കാറില്ല. ഞാൻ എന്നാലും ഇങ്ങനെ തന്നെ എന്നും ആയിക്കോട്ടോ. ചേച്ചി ബാ, ഞാൻ ഇവിടെയൊക്കെ കാണിച്ചു തരാം. ഇതാ ബായോ. 3 മണി വരെയാണ് നമ്മുടെ പ്രവർത്തന സമയം. ചേച്ചിക്ക് വേണേൽ നേരത്തെ പൊക്കോ. പോയിട്ട് വേറെ കാര്യമൊന്നുമില്ല. ഞാൻ 3 മണി വരെ നിൽക്കാം. അങ്ങനെ ആവട്ടെ. എങ്ങനെ പോവും? ബസ്സിന്. 3:30 ബസ്സുണ്ടല്ലോ, അതിന് പോകാം. 2:45 കഴിഞ്ഞാൽ പിന്നെ അതേ ഉള്ളൂ. സലീന എപ്പോഴാണ് പോവുക? ഞാൻ 1 പോവും. ഇനി 3 പോവാം. അതൊന്നും വേണ്ട, സലീന പൊക്കോ. എനിക്ക് അവിടെ ചെന്നിട്ട് എന്ത് കാര്യം? മക്കൾ വരാൻ 4 കഴിയും. ഞാൻ ഫുഡ് എടുക്കാൻ മടിച്ചിട്ടാണ് 1 മണിക്ക് പോകുന്നത്. ഇന്ന് ഇങ്ങനെ പോട്ടെ, നാളെ മുതൽ ചോറ് കൊണ്ടുവരാം. ചേച്ചി എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. അത് നന്നായി. എന്തേ? നമുക്ക് ഉച്ചയ്ക്ക് വല്ലതും വാങ്ങിക്കാം. ഇന്നൊരു കാരണം കിട്ടാൻ കാത്തിരിക്കായിരുന്നു അവൻ പുറത്തു നിന്നും മുടങ്ങാൻ. എൻ്റെ ചേച്ചി ഇവനെന്നും എന്തെങ്കിലുമൊക്കെ വാങ്ങി തിന്നും. ചെറിയ കുട്ടിയാണെന്നാണ് വിചാരം. ഇപ്പോഴല്ലേ ചേച്ചി വല്ലതും തിന്നാൻ പറ്റും. കുറച്ച് കഴിഞ്ഞാൽ ഷുഗറായി, പ്രഷറായി. അതൊന്നും വരാതിരിക്കാനാടാ പൊട്ടാ ഇപ്പോഴേ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞേ. ഞാനങ്ങ് സഹിച്ചു. പറയുന്ന ആൾ നല്ല കൺട്രോളാണല്ലോ. കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണത്തിന് പോയി. എൻ്റെ പൊന്നെ, ബിരിയാണി തികയാതെ വരുമെന്ന് വിചാരിച്ച് എന്തൊരു ആക്രാന്തായിരുന്നു എന്നോ. ഇതിനെ കൊണ്ട് കുടുങ്ങി മനുഷ്യൻ. ഞാൻ വെറുതെ പറഞ്ഞാണോ? ഉള്ളതല്ലേ. പിന്നെ ഉള്ളത്. 2 പ്രാവശ്യം കഴിഞ്ഞ് ഇച്ചിരി കൂടി ചോറെടുത്ത്. അതൊന്നുമല്ല ചേച്ചി, നല്ല തട്ടായിരുന്നു. ആണ്. ഒന്ന് പോട ചെക്ക. സമയം പോയത് രജനി അറിഞ്ഞില്ല. എന്താ പറയുന്നത് എന്തില്ലല്ല, എങ്ങനെ പറയുന്നതിലാണ് കാര്യം. വലിയ കാര്യമുള്ള കാര്യങ്ങളോ അല്ല പറഞ്ഞത്. പക്ഷേ കേൾക്കാൻ രസമുണ്ട്. അവൻ്റെ സലീനയുടെയും സംസാര രീതിയും ഇടയ്ക്കുള്ള അവരുടെ അടിയും എല്ലാം കൂടി സമയം അങ്ങനെ വേഗത്തിൽ പൊയ്ക്കൊണ്ടിരുന്നു. എന്താ ചേച്ചി കഴിക്കാൻ വാങ്ങാം? എന്താ നിങ്ങളുടെ ഇഷ്ടഭക്ഷണം? അങ്ങനെയൊന്നുമില്ലടാ, ഞാൻ എന്തും കഴിക്കും. ബീഫ് കഴിക്കുമോ? കഴിക്കും. അടിപൊളി, സൂപ്പർ. എന്തേ? ദേ ഇരിക്കുന്ന ഒരാൾ ചിക്കൻ. ഇത് തന്നെ എപ്പോഴും. എന്നാൽ നമുക്ക് ബിരിയാണി വാങ്ങിയാലോ? വാങ്ങിക്കാം. എവിടെ പോവാ? കാശെടുക്കാൻ. അതിനാണ് ചേച്ചിയോട് കാശ് ചോദിച്ചത്. പിന്നെ കാശ് കൊടുക്കാതെ ബിരിയാണി കിട്ടുമോ? അതില്ല, ഇന്ന് എൻ്റെ വക. അത് നന്നായി. എൻ്റെ ചേച്ചി, ഇങ്ങൾക്കിതെന്താ? വേറെ ചിലവൊന്നുമില്ലല്ലോ. 3 ബിരിയാണിയെങ്കിലും വാങ്ങട്ടെ. അതെന്താ വേറെ ചിലവൊന്നുമില്ലേ? അതൊക്കെ ചെക്കൻ ഡീസൻ്റാ. വലിയും കുടിയൊന്നുമില്ല. അങ്ങനെ വേണം. എന്നാ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. നല്ല പയ്യനല്ലേ സലീന? അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി സെറ്റാക്കിക്കോ. ഫുഡ് റെഡി. എത്ര വേഗം കിട്ടിയോ? ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു, അവരെടുത്ത് വെച്ചിരുന്നു. പിന്നെ ഇത് നമുക്കുള്ളത്. അതെന്താ? അത് ബീഫ് അല്ലേടാ? അതെ, ബീഫ്. കണ്ടോ എങ്ങനെയാണ് ബീഫ് കഴിക്കുന്നതെന്ന്? എനിക്ക് കാണണ്ട, തന്നെ അങ്ങ് തിന്നാൽ മതി.
എനിക്ക് നല്ല അടിപൊളി കമ്പനി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓ കേട്ടു, സാറും മാടവും കൂടി അങ്ങ് കഴിച്ചാൽ മതി. എൻ്റെ ബിരിയാണി തടാ ചെക്ക. കണ്ടോ ആക്രാന്തം കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ കിടക്കണമെങ്കിൽ ഇതേ ഡോക്ടറുടെ റൂമിൽ പോയി കിടന്നു. വേണ്ട, ഞാൻ പകലുറങ്ങാറില്ല. പിന്നെ പഞ്ചായത്തിലെ കാര്യം പറയണ്ടല്ലോ, നിന്നതിന് സമയം കിട്ടില്ല. അത് നേരാ, ഞാൻ അവിടെ വരുമ്പോഴൊക്കെ കേൾക്കാം രജനി അതെവിടെ ഇതെവിടെ എന്നും പറഞ്ഞ് കുറേ എണ്ണം. സത്യത്തിൽ അവർക്ക് എന്താ പണി? അങ്ങനെ അല്ല സെലീന, എനിക്കതൊക്കെ ഇഷ്ടമാണ്. എന്ന് വെച്ച് ഒരാളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിൽ ഒരു പരിധിയില്ലേ? അത് ദൈവം കണ്ടു കാണും, അതാ ഇങ്ങോട്ട് വിട്ടത്. ഇത്തിരി സുഖം കൂടിപ്പോയി. അതെന്താ ചേച്ചി, ഇതൊരു പണിയും ഇല്ലാലോ. ആ, കുറേ കാലം പണിയായിരുന്നില്ലേ, ഇനി കുറച്ച് റെസ്റ്റ്. താത്ത ഡോർ ലോക്കല്ലേ? അതെ, ഇത് നമ്മുടെ ലഞ്ച് ടൈമാണ്. ഇനി 3 മണിയാകുമ്പോൾ അടച്ചും പൂട്ടി അങ്ങ് പോകും, അതാണ് പതിവ്. അപ്പോൾ അതുവരെ എന്ത് ചെയ്യും? ചിലപ്പോൾ ഉറങ്ങും, അല്ലെങ്കിൽ നെറ്റിലെന്തെങ്കിലും കണ്ടിരിക്കും. ആഹാ, ഇയാൾ പിന്നെ ഫോൺ എടുത്താൽ ഇൻസ്റ്റ, ഫേസ്ബുക്ക്, റീൽസ്, ഫുൾ ടൈം ഇത് തന്നെ. പിന്നെ കുറേ കുടുംബശ്രീ കമ്പനികളും. ഓ, സാറുണ്ടല്ലോ എല്ലാം തികഞ്ഞിട്ട് അല്ലേ? അതങ്ങ് പിടിച്ചില്ല. നിങ്ങൾ രണ്ടാളും ഇപ്പോഴും ഇങ്ങനെയാണോ? ഇതൊക്കെ ഒരു രസമല്ലേ ചേ? അതെ അതെ, അതുവരെ ജീവിച്ച ചുറ്റുപാടുമായി ആളുകളുമായി ഒരു തരത്തിലും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത മറ്റൊരു ലോകം. രജനിയെ സംബന്ധിച്ച് എല്ലാം പുതുമ നിറഞ്ഞതായിരുന്നു. അതുവരെ കണ്ട ആളുകളെ പോലെ അല്ല സജിൻ. തികച്ചും വ്യത്യസ്തൻ. അനാവശ്യമായ നോട്ടോ വാക്കോ ഇല്ല. മാന്യമായ പെരുമാറ്റം, എപ്പോഴും ചിരിച്ച മുഖം. ജോലിക്കാരുടെ 10 വർഷം കഴിഞ്ഞിട്ടും സഹപ്രവർത്തകരുടെ കീഴ് ജീവനക്കാരോടും, അതും സ്ഥിരമില്ലാതെ തന്നെ പോലുള്ളവരോടുള്ള സമീപനം, സംസാരം ഒട്ടും ജാടയില്ല. വളരെ സിമ്പിളായ ഒരാൾ. വാക്കുകളിൽ വിനയം. ആർക്കും ഇഷ്ടാകും. രജനി പഞ്ചായത്തിലെ ജോലിയും അവിടുത്തെ ആളുകളെക്കുറിച്ച് ഓർത്തും തന്നെ എന്തോ അടിമ പോലെ അവർ കണ്ടിരുന്നത്. എല്ലാവരും അല്ല, എന്നാലും അധികവും അങ്ങനെ തന്നെ. എന്നാൽ കുറച്ചുകൂടി ഭേദം ആണുങ്ങളായിരുന്നു. ഒരു നിമിഷം വെറുതെ ഇരിക്കാൻ കഴിയാറില്ല. വയ്യെങ്കിൽ പോലും അതെല്ലാം ചെയ്തു. ജോലി തൻ്റെ ആവശ്യമല്ല, അത്യാവശ്യമായിരുന്നു. സജിൻ തൻ്റെ അതുവരെയുള്ള കാഴ്ചപ്പാടുകളെല്ലാം മാറ്റി. സർക്കാർ ജീവനക്കാർ എല്ലാവരും ചാട നിറഞ്ഞ മസിൽ പിടിച്ച സ്വഭാവം ഉള്ളവരായിരിക്കും എന്ന തൻ്റെ വിശ്വാസം തെറ്റായിരുന്നുവെന്ന് ഇനി ബോധ്യമായി. എല്ലാവരും ഒരുപോലെയല്ല. മനുഷ്യർ എന്തെല്ലാം സ്വഭാവമുള്ളവരാ, പലരും പലതരം. വീട്ടിലെത്തിയിട്ടും രജനിയുടെ മനസ്സ് മൃഗാശുപത്രിയിൽ തന്നെ. തൻ്റെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഒന്നും താൻ അവിടെയുള്ളപ്പോൾ അറിഞ്ഞില്ല, ഓർത്തില്ല. അതിനൊന്നും തനിക്ക് സമയം ലഭിച്ചില്ല. വായ കൂടിയാലല്ലേ വേറെന്തെങ്കിലും ഓർക്കാൻ കഴിയും. എന്തൊക്കെയാണ് സംസാരിച്ച്? കൂടുതലൊന്നും സംസാരിച്ചില്ല. അങ്ങനെയല്ല, കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. സുഹൃത്തുക്കൾ സംസാരിക്കും പോലെ കാര്യമില്ലാതെ കളിയാക്കി ചിരിപ്പിച്ച് എങ്ങനെ കഴിഞ്ഞു? ഇതൊരു അപാര കഴിവ് തന്നെ. എന്നടി ആരെക്കുറിച്ച് ആലോചിച്ചിരിക്കുക? കണ്ണി കണ്ടവന്മാരെയൊക്കെ ആലോചിച്ച് സ്വപ്നം കണ്ടിരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞൊരു ചീത്ത സ്ഥിരം കേൾക്കുന്നത് തന്നെ. പക്ഷേ അന്നെന്തോ അത് കേട്ടപ്പോൾ രാജീവിനെ രജനി വെറുപ്പോടൊന്ന് നോക്കി. ആണെങ്ങനെ ആവണം? പെണ്ണിനെ ബഹുമാനിക്കാൻ അംഗീകരിക്കാനുള്ളൊരു മനസ്സിന് ഉടമയായിരിക്കണം. അവൾക്കൊരു വ്യക്തിത്വം എന്ന് തിരിച്ചറിയാനാവണം. അതുപോലെ ഒരാളെ താൻ കണ്ടുമുട്ടി പരിചയപ്പെട്ടു. ഒരു ദിവസം കൊണ്ട് തന്നെ താൻ ബഹുമാനിക്കുന്ന വ്യക്തിയായി അയാൾ മാറി. ബഹുമാനവും സ്നേഹവും ആദരവും പിടിച്ചു വാങ്ങാൻ കഴിയില്ലല്ലോ. അത് താനേ ഉണ്ടാവണം നമ്മുടെ ഉള്ളിൽ. അത് നമ്മോടുള്ള ആ വ്യക്തിയുടെ പെരുമാറ്റം കൊണ്ട് മാത്രം ഉണ്ടാവുന്നതാണ്. തൻ്റെ ഭർത്താവും സജിനും ഭൂമിയുടെ 2 അറ്റം പോലെ തോന്നി രജനിക്ക്. രണ്ട് സ്വഭാവമുള്ള ആണുങ്ങൾ. ഇയാൾ ആണാണോ അതോ ആണിൻ്റെ രൂപം മാത്രമുള്ളവൻ? ജീവിതത്തിൽ ഇയാളുടെ കൂടെ കൂടിയിട്ട് ഇന്ന് വരെ ഒരു പരിഗണന ഇയാൾ തന്നിട്ടുണ്ടോ? സ്നേഹത്തോടൊന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? നല്ലൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? തെറിയല്ലാതെ വേറെ ഒന്നും അടുപ്പം വിളിക്കാറില്ല. കാശ് വീട്ടിൽ വെക്കാൻ വയ്യ, എവിടെ കണ്ടാലും എടുത്തുകൊണ്ട് പോകും. മറ്റാരെ പേടിക്കുന്നതിലും പേടിയോടെയാണ് രാജീവിനെ രജനി പേടിക്കുന്നത്.
രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ താപെടുന്ന കഷ്ടതകൾ. ആരോടൊക്കെ കടം വാങ്ങിച്ചിട്ടാ മാസം തള്ളി നീക്കുന്നത്. ബാങ്ക് കുറി, അയൽക്കൂട്ടം ലോണ്. ഓ, മടുത്തു. ഒന്നും അറിയാതെ ഒരു പണിക്കും പോവാതെ കഴിച്ചും കുടിച്ചും തിന്ന് നടക്കുന്ന വല്ലാത്തൊരു ജന്മം. ഇതല്ലാതെ വേറൊന്നും ഇല്ലേടി എന്ന് പറഞ്ഞൊരു ചീത്ത. വെറും ഇതിനെപ്പോലെയല്ലേ അയാളെന്നെ കാണുന്നത്. ഒരു പക്ഷേ അവളുമാർക്ക് ഇതിലും വിലയുണ്ടാകും. നിന്നോട് ചോദിച്ചത് കേട്ടില്ലേടി? ഇല്ല. കേട്ടില്ലെന്നോ? വേറൊന്നും ഇല്ലെന്നോ? നേരവണ്ണം പറയടി. അരയ്ക്കുന്ന തെറിവാക്കുകൾ അന്ന് അവൾക്ക് വല്ലാതെ അരോചകമുണ്ടാക്കി. അയാളുടെ ഓരോ തെറിയും അവളിൽ അയാളുടെ വെറുപ്പ് കൂട്ടിക്കൊണ്ടിരുന്നു. മറുപടി പറഞ്ഞാലും തെറി തന്നെ അല്ലേ. അതുകൊണ്ട് അവളൊന്നും മിണ്ടിയില്ല. എന്തൊക്കെയോ പ്രാഗി പറഞ്ഞും രജനിയെ തെറി വിളിച്ചും അയാളുള്ളത് കഴിച്ചു. രജനി കഴിച്ചോ എന്ന് ഇതുവരെ അയാൾ ചോദിച്ചിട്ടില്ല. അയാൾക്കതിലൊന്നും താല്പര്യവുമില്ല, ശ്രദ്ധയുമില്ല. ചോറിൻ്റെ പാത്രങ്ങൾ വലിച്ചു വാരിയിട്ട് അയാൾ ബീഡിക്ക് തിരിയും കൊളുത്തി പുറത്തേക്ക് ഇറങ്ങി. അയാളുടെ എച്ചിൽ പാത്രങ്ങൾ അവൾ മനം പുരട്ടലുണ്ടാക്കി. എങ്ങനെയൊക്കെയോ അതൊക്കെ എടുത്ത് കഴുകി വെച്ച് എല്ലാം ക്ലീൻ ചെയ്ത് അവൾ നടുന്നോർത്ത് കട്ടിൽ കിടന്നു. എന്തൊക്കെയോ ഓർത്ത് രജനി പതിയെ ഉറക്കത്തിലേക്ക് വഴുതി. ഉറങ്ങിത്തുടങ്ങിയ രജനി തൻ്റെ മേലെന്തൊഴയുന്ന പോലെ തോന്നി. ആ കണ്ണുകൾ തുടർന്നു. ഇട്ടിരുന്ന നൈറ്റി മുകളിലേക്ക് ഇതാക്കി രാജീവൻ. ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ആ ഇഷ്ടം അവൾക്കിപ്പോൾ ഇല്ല. പ്രത്യേകിച്ച് ആദ്യമൊക്കെ തന്നെ ഇതാക്കാൻ ശ്രമിക്കരുന്ന് തളർത്തിയിട്ടിട്ട് അത് സഹിക്കാൻ കഴിയാത്ത വിധം സ്വർഗം കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ആസ്വദിച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനല്ല. അയാൾക്കിതാകണം, കുറച്ചൊന്ന് അയാൾക്കിതാവണം, അതുമാത്രം. പണ്ടൊക്കെ കൊതിച്ചിരുന്നിട്ടുണ്ട് അയാൾക്ക് മുമ്പിൽ ഒന്നുമില്ലാണ്ട്, അയാൾ പറയുന്ന പോലൊക്കെ നിന്നിട്ട് തനിക്കിഷ്ടപ്പെട്ട ഒക്കെ. അന്നൊക്കെ അത് വല്ലാതെ ആഗ്രഹിച്ചതാ, കൊതിച്ചതാ. ഇന്ന് അയാളോട് എനിക്ക് വെറുപ്പാ. ഒരു പാവ കണക്ക് വെറുതെ ഇങ്ങനെ കിടക്കുക, അതേ ഉള്ളൂ. എനിക്ക് താല്പര്യമുണ്ടോ അതൊന്നും അയാൾക്ക് പ്രശ്നമേ അല്ല. 10 അടിയോളമുള്ളത് അങ്ങ് ചീറ്റിക്കുക, അത്രയേ ഉള്ളൂ. മനുഷ്യനെ മെനക്കെടുത്താൻ ഇന്നും അത് തന്നെ അയാൾ അടിച്ചൊഴിച്ച് അതിൽ ഇതൊക്കെ അത് തന്നെ പരിപാടി ഇതായി നടന്നു. രാവിലെ വളരെയധികം ഉത്സാഹത്തോടെയാണ് രജനി എഴുന്നേറ്റത്. ഒരു ജോലിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും താല്പര്യത്തോടെയും ഇഷ്ടത്തോടും കൂടിയും പോകുന്നത്. എന്തൊക്കെ പറഞ്ഞാലും രജനി നല്ലൊരു കുക്ക. വിഭവസമൃദ്ധമായ ഭക്ഷണം രുചിയോടെ പാകം ചെയ്യാനും അത് മറ്റുള്ളവർ കഴിക്കുന്നത് കാണുന്നതും അവൾക്ക് ഇഷ്ടമാണ്. രുചിയുള്ള ഉണ്ണിയപ്പം അവൾ അതീവ താല്പര്യത്തോടു കൂടി ഉണ്ടാക്കി. അതെന്തോ ഉണ്ണിയപ്പത്തിനൊരു പ്രത്യേക രുചി അവൾക്ക് അനുഭവപ്പെട്ടു. അത്രയധികം ഇഷ്ടത്തോടും സ്നേഹത്തോടെ അവളത് ഉണ്ടാക്കിയത്. ആശുപത്രിയിലേക്ക് നടക്കുമ്പോൾ അതുവരില്ലാത്തൊരു തരം, എന്താ അതിന് പറയുക, ഒരു ആകാംക്ഷയും വേഗത്തിൽ അങ്ങോട്ട് എത്താനുള്ളൊരു വ്യഗ്രതയും. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ സ്ഥലം, അവിടുത്തെ ആളുകൾ എല്ലാം അവൾക്ക് ഏറെ പ്രിയമുള്ളതായി. ചേച്ചി, സലീന നേരത്തെ വന്നോ? ഞാൻ നേരത്തെ വരും. സജി എപ്പോഴാണ് വരിക? അത് വരുമ്പോൾ താമസിക്കും, എന്നാലും 9:30 ആകുമ്പോൾ വരും. ഉറക്കപ്രാന്തന, രാത്രി മുഴുവനും മൊബൈൽ കണ്ടുകൊണ്ട് കിടക്കും. കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, എന്തൊക്കെയാണോ കാണുന്നത്. ഒന്ന് പോടി, വേണ്ടാതിനം പറയാതെ. അതെന്താ, അവനാണല്ലേ? ആവോ, ഈ പെണ്ണ്. ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. ആണോ? എവിടെ? ബാഗിലാടി. കൃത്യമാവും ചേച്ചി. പിന്നെ നീ ഉണ്ണിയപ്പം കാണാതെ കിടക്കല്ലേ? അങ്ങനല്ല, നിങ്ങളത് തന്നില്ലേ, അതിൻ്റെ രുചി എൻ്റെ ചേച്ചി. പിന്നെ എത്ര ഉണ്ണിയപ്പം കഴിഞ്ഞാലും നിങ്ങളുണ്ടാക്കുന്നതിൻ്റെ രുചി അതൊന്നും വേറെ തന്നെയാണ് പൊന്നെ. വല്ലാതെ അങ്ങോട്ട് സുഖിപ്പിക്കല്ലേ. സുഖിപ്പിക്കാൻ ആളില്ലേ വീട്ടിൽ? രാവിലെ മൂട് കളയല്ലേ. മൂടാവല്ലേ, എൻ്റെ വായിന് കേൾക്കുന്നീ. വരുത്തൊരു തമാശ പറഞ്ഞ ആ പാക്ക് പൊടിയാണ്. അല്ല, ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാട്ടോ. എന്ത്? ഒന്നും നടക്കണില്ലേ? അതൊക്കെ ഒരു കഥയാ. അപ്പം എനിക്ക് മാത്രമല്ല. എങ്ങനെ? എന്താന്ന്? ഒരു കഥയാ അവിടെ. ദേ വരുന്നു ചേച്ചിയുടെ സജിൻ. ഗുഡ് മോർണിംഗ്. എന്താ രണ്ടാളും കൂടി മുറ്റത്ത്? ചേച്ചി ബാഗ് പോലും അകത്ത് വെച്ചില്ലല്ലോ. എങ്ങനെ? ഇത്ത വിട്ടിട്ടുണ്ടാവില്ല അല്ലേ? അതല്ല, നിങ്ങൾ കണ്ടപ്പോൾ അങ്ങനെ ഓരോന്നും പറഞ്ഞു നിന്നതാ.
ഓ അങ്ങനെ എൻ്റെ മോനെ ചേച്ചി അപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തപ്പം? ഉണ്ണിയപ്പാണോ ചെക്ക? ആണോ? അത് വിളിച്ചു. എവിടെ? അതൊന്ന് വേഗം എടുത്ത് കൊടുക്കുക ചേച്ചി, അപ്പം കൊതിയന്. എന്നാ ചായ ഉണ്ടാക്കട്ടെ? അതൊക്കെ ചോദിക്കണം ചേച്ചി, അങ്ങോട്ട് വെക്കുന്നേ. ചൂടുള്ള ചായയും ഉണ്ണിയപ്പവും അടിപൊളി അല്ലേ താ? അതെ, എന്നാലും എന്താ ഇതിൻ്റെ ഒരു രഹസ്യം? ഇതിൻ്റെ കൂട്ടൊന്ന് പറഞ്ഞു തരണേ. ഞാനും അത് പറയാൻ വരുമായിരുന്നു. ഇത്രയും രുചിയുള്ളപ്പം ഞാൻ തിന്നിട്ടില്ല. രണ്ടാളും എന്നെ കളിയാക്കാണോ? കളിയാക്കേ? കാര്യമായിട്ട് പറഞ്ഞാ? എന്നാ എടുത്ത് കഴിക്ക് ചേച്ചി, എടുക്ക്. എനിക്ക് നിങ്ങൾ കഴിക്കുന്നത് കാണാനാണ് ഇഷ്ടം. പിന്നെ ഞങ്ങൾ കഴിച്ചാൽ മതിയോ? അങ്ങോട്ട് കഴിക്കണ്ട ചേച്ചി. ചായ കുടിയും സൊറ പറയലുമായി സമയം അങ്ങനെ പോയി. ഉച്ചയ്ക്ക് ഞാനും സലീനയും ചോറ് കൊണ്ടുവന്നിരുന്നു. രണ്ടാളുടെയും പകുതി സജിന് നൽകി. അവനത് രുചിയോടെ കഴിച്ചു. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഇതൊക്കെ തന്നെയാണ് പതിവ്. എല്ലാം ഞങ്ങൾ പങ്കുവച്ചു. വീട്ടിലെ അവസ്ഥ, ഭർത്താവ്, കുട്ടികൾ, എല്ലാ പ്രശ്നങ്ങളും പറയാൻ എനിക്കൊരു നല്ലൊരു സുഹൃത്തിനെ ലഭിച്ചു. കാശിനേക്കാൾ മൂല്യം, അതിനേക്കാൾ വിലമതിക്കുന്ന ഒന്നാണ് നമ്മുടെ സങ്കടങ്ങൾ പങ്കുവെക്കാൻ, അത് കേൾക്കാൻ, അതിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കഴിയുന്ന അതിൻ്റെ മനസ്സുള്ളൊരു സുഹൃത്തുണ്ടാവുക എന്നത്. ഞാനും സജിനും ഒരുപാട് വർഷങ്ങൾ പരിചയമുള്ള സുഹൃത്തുക്കളായി പെട്ടെന്ന് തന്നെ മാറി. എന്തും തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന അതിന് സ്വാതന്ത്ര്യമുള്ള കൂട്ടുകാർ. അല്ലെത്താ, നമ്മുടെ ചേച്ചിയുടെ പിടി തരുന്നില്ലല്ലോ. ആ പുതിമ ഒഴിവാക്കുന്നതാവും നല്ലത്. ഒഴിവാക്കാൻ തോന്നണ്ടേ? എന്താ അതൊരു മുതൽ? അതൊക്കെ ശരിയാ. കാണുമ്പോൾ എനിക്കെന്നെ കൊതി വരാറുണ്ട്. എങ്ങനെയൊന്ന് സെറ്റാക്കും? താല്പര്യമൊക്കെ ഉണ്ടാവും, അതെങ്ങനെ നിങ്ങൾക്കറിയാം? എടാ, വീട്ടിന് മര്യാദയ്ക്കൊന്നും കിട്ടണില്ലല്ലോ. അതില്ല, അതാ പറഞ്ഞേ, ഒരു സമയത്ത് നല്ലോണം സുഖറിഞ്ഞ ആളാ. ഉള്ളിലുണ്ടാവും ആഗ്രഹങ്ങളൊക്കെ, ഇതേപോലെ. ആ, അങ്ങനെയും പറയാം. പക്ഷേ ചേച്ചിക്ക് എൻ്റെ പോലെ ധൈര്യമില്ല. എങ്ങനെയൊന്ന് വീഴ്ത്തും? ഞാനൊന്ന് നോക്കട്ടെ. എങ്ങനെ? ആദ്യം താല്പര്യം എത്ര ഉണ്ടെന്ന് അറിയട്ടെ, അത് വേണം. എന്തായാലും നോക്കാം. അല്ല, ഇത് ചേച്ചിയെ പറ്റി പറഞ്ഞ് ചെക്ക് നല്ല ഇതിലാണെന്ന് തോന്നുന്നു. എന്താ മൂത്തോ? സത്യം, ആ പുറത്തിൻ്റെ തന്നെ ഓർത്തപ്പോൾ ഞാൻ സെറ്റായി. എന്നെ കുറ്റം പറയാൻ പറ്റില്ലടാ. അതൊരു ഒന്നൊന്നാം തരം സാധനം തന്നെയാണ്. എന്നേക്കാളും ഉണ്ട്. അത് പറയാൻ പറ്റില്ല. അതെന്താടാ? അത് അവർക്കും കൂടി ഇഷ്ടാവേണ്ടേ? എൻ്റെ ഇതിനെ പോലെ ആക്കേണ്ടത്. അങ്ങനെ ഇങ്ങക്ക് ഇഷ്ടമാണെന്ന് വെച്ച് എല്ലാവർക്കും ഇഷ്ടാവണ്ടേ? എൻ്റെ പൊന്നിത്താ, നീ എത്ര പെണ്ണിനാക്കിയിട്ടുണ്ടാ? സത്യം പറ. ഞാനോ? അല്ല, ഞാനീ 1 2 3 5 6 7 7 ആളെ. എടാ, നീ ആള് കൊള്ളാലോ. ആരൊക്കെയാടാ? അതിൻ്റെ പോളിസിയാണ് മോളെ, ഞാൻ പറയില്ല. ഇത്താനോട് ഞാൻ എന്താ പറഞ്ഞത്? നമ്മുടേത് ആരും അറിയില്ലെന്നല്ലേ? അതേപോലെ അവരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയണത് ശരിയാണോ? അയ്യോ വേണ്ടായേ, ഞാൻ ആകാംക്ഷ കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. എടാ, ഇവിടെ വേറെ ആരെങ്കിലും? 2 ആളെ ആണോ? അതാരാ? ഞാൻ അറിയുന്ന ആരെങ്കിലും ആണോ? അറിയായിരിക്കും, അതൊന്നും പറയില്ല. എന്നാലും അതാരാ? ആരെങ്കിലും ആവട്ടെ, നിങ്ങൾക്ക് മാത്രമല്ലല്ലോ അതുള്ളത്. ആയിക്കോട്ടെ, എല്ലാൻ്റെയും മാറ്റാൻ നല്ലൊരിതുണ്ടല്ലോ ഇതിൻ്റെ ഇടയ്ക്ക്. കാര്യമായിപ്പോയി. ആ കഥയൊന്നും പറഞ്ഞിരുന്നാൽ മതിയോ? കളിക്കണ്ടായോ? കളിക്കണം. ഇപ്പം കുറേ ആയില്ലേ. ചേച്ചിയില്ലാത്തതുകൊണ്ട് പറ്റി. അതെ, വാതിലടച്ചോ? അതൊക്കെ എപ്പോഴേ അടച്ചു. എന്നാൽ അതൊക്കെ ഒന്ന് മാറ്റിക്കേൻ്റെ ഇത്ത പോരെ? സമാധാനമായില്ലേ? ഓ, എന്തൊരു ചരക്കാടി. ചേച്ചിയുടെ അത്രയും വരുമോ? അതില്ല, അത് വേറൊരു മുതല. അതെ, എന്താ ഓൾഡ് ഇത് മാത്രമേ ഇതുള്ളൂ? നല്ലോണം ഇതാക്കിയതാ. എന്നാലും ഇപ്പം നല്ല ടൈറ്റ് ആവാം. കിട്ടുമ്പോൾ നോക്കിക്കോ. കിട്ടോ ഇത്താ? നോക്കാതെ നമുക്ക്. അവൾക്കും ഉണ്ടാവില്ലേ? അങ്ങോട്ട് ഇരിക്കടാ, ഞാനൊന്ന് ഇതാക്കട്ടെ. കസേരയിൽ ഇതാക്കിയിരിക്കുന്നതിൻ്റെ താഴെയായിട്ട് ഒന്നുമില്ലാണ്ട് ഇത്തായിരുന്നു സെറ്റാക്കി തുടങ്ങുക. അവിടെ എന്ത് നടന്നതെന്ന് പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ അല്ലേ?
ഇത്തയുടെ ആ ജീവിതം അത്ര തൃപ്തികരമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറ്റിയാലെന്നൊക്കെ പറഞ്ഞ് ഇത്തയെ വളയ്ക്കാൻ ശ്രമിച്ചു. അധികം പണിപ്പെടേണ്ടി വന്നില്ല. ഇത്ത ഈ ഒരു അവസരത്തിനായി പറ്റിയ ഒരാളെ കിട്ടാൻ നോക്കി നടക്കായിരുന്നു. എനിക്ക് വളയ്ക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം തുറന്ന് ചോദിച്ചു, ഇതാ എൻ്റെ കാര്യം, ഒരു കാര്യം ചോദിക്കട്ടെ? ആ, എന്താ? എങ്ങനെയാ അപ്പം അത് പറയാ? അതെന്താ നമ്മൾ തമ്മിൽ പറയാൻ പറ്റാത്തൊരു കാര്യം? അതൊന്നല്ല, ഇതൊക്കെ കളിക്കാൻ ഇഷ്ടമല്ലേ? പിന്നെ അല്ലേ, അതൊന്നും കിട്ടുന്നില്ല. നമുക്ക് തമ്മിലായാലോ? എന്തേ ഇത്ര വൈകിത് ചോദിക്കാൻ? എങ്ങനെ? നീ ഇന്ന് ചോദിക്കുന്ന ആളെ ചോദിക്കുന്നത് ഞാൻ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ദിവസം എത്രയെന്നറിയോ? ശരിക്കും? അതെടാ, വെറുതെ അല്ല, പിടികിട്ടാൻ കുറച്ച് പ്രയാസമെന്ന് ആളുകൾ പറയുന്നത്. അതായിരുന്നു തുടക്കം. അന്ന് തന്നെ ഞങ്ങൾ ആദ്യത്തേത് കളിച്ചു. മാന്യമായിട്ടുള്ള കളിയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ മറ്റൊന്നിനും മാന്യതയില്ല, മോശമാണെന്ന് അർത്ഥമല്ല, എല്ലാം സുഖത്തിന് വേണ്ടിയിട്ടല്ലേ. അതായത് ആദ്യമൊക്കെ ഇത്താന്ന് മാത്രമായിരുന്നു കളിക്കുമ്പോൾ വിളിച്ചിരുന്നത്, സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ മാത്രം. പിന്നെ അതൊക്കെ മാറി പല പല രീതിക്കായി, പല പല വിളിയായി. അങ്ങനെ ഇത്ത ഈ സാജനുമായിട്ടുള്ള നല്ലൊരു പരിപാടി ഇവിടെ നടക്കുക. മുന്നേ തുടങ്ങിയതാ, അത് നമ്മൾ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പോൾ നല്ലതെന്ന് വെച്ചാൽ നല്ലൊരു പരിപാടി എടുക്കുക. നമുക്ക് കൂടുതലിവിടെ വിവരിച്ച് പറയാൻ സാധിക്കില്ലല്ലോ. ഒന്ന് കണ്ണുപൂട്ടി നിങ്ങൾ ഊഹിച്ച് നോക്കിക്കേ. പിന്നെ ഇത്തയ്ക്ക് നല്ലവിടെ ഇതാകുമ്പോൾ പല ശബ്ദങ്ങളും പുറത്ത് വരും. അടുത്തൊന്നും ആളില്ലാത്തത് ഭാഗ്യം, അല്ലെങ്കിൽ വിളിച്ച് കൂലി കേട്ട് നാട്ടുകാർ എന്നേ പിടിച്ച് കെട്ടിയേനെ. അങ്ങനെ നല്ല തകർത്ത്, ശരിക്കും ശരിക്കും തകർപ്പൊരു പരിപാടി കഴിഞ്ഞ് അവരങ്ങ് മാറി. ഇഷ്ടമായോടെ ചെക്ക? പിന്നെ ഇഷ്ടമാവാതെ അമ്മാതിരി ഇതല്ലേ നീ എനിക്ക് തന്നെ ഇങ്ങനെ കിടക്കാൻ? ഇത് വീടല്ലട്ടാ. ആ, അതൊക്കെ എനിക്കറിയാം. ഒരു പണി കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം കിടക്കുന്നത് എന്ത് രസമെന്നറിയോ ചേക്കാൻ നിനക്ക്? അതാ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം. പോയി കഴിഞ്ഞാൽ ആണിൻ്റെ കഴിഞ്ഞു. പെണ്ണിന് അങ്ങനെയല്ല, അവൾക്കത് ലയിച്ച് അങ്ങനെ അസുഖം ആസ്വദിച്ച് കുറേ നേരം ചൂടും പറ്റി കിടക്കണം, എല്ലാം മറന്നങ്ങനെ കിടക്കണം. ആ നിമിഷങ്ങൾ പെണ്ണിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഒരിക്കലും തീരല്ലേ എന്ന് ആശിക്കുന്ന നിമിഷങ്ങൾ. എടാ, നീ ഇത് രചന ചേച്ചി ഓർത്താണോ ഇതാക്കിയേ? അതെന്തേ അങ്ങനെ തോന്നാൻ? അത് നിൻ്റേതിലുണ്ടായിരുന്നു. എന്തൊരിതായിരുന്നു! നിങ്ങൾ പെണ്ണുങ്ങളെ മനസ്സിലാക്കാൻ വലിയ പാട് തന്നെ എത്താ. എന്തേ അതെങ്ങനെ മനസ്സിലായി? നിൻ്റെ ആവേശം കണ്ടാൽ മനസ്സിലാകും മോനെ. എടാ, ഓർത്തപ്പോൾ തന്നെ ഇങ്ങനെ അതെങ്ങാനും കിട്ടിയാൽ പൊളിക്കുമല്ലോടോ നീ. ആ, അത് കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കാണ്ടിരിക്കുമോ? അല്ലെങ്കിൽ നിനക്ക് കുറച്ച് ഭ്രാന്ത് കൂടുതലാണ്. കളിക്കുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാടാ. നിൻ്റെ രചന ചേച്ചിയും ഒട്ടും മോശമാവില്ല. കൊതിപ്പിക്കല്ലേ പോന്നെ, എന്നെ പിന്നെ ഇതാക്കുക. അതിനെ ഓർത്ത തന്നെ ആവും. ആയിക്കോട്ടെ. ആണോ? എന്നാൽ തൽക്കാലം മോൾ എണീറ്റ് വന്നേ. സജിൻ പറയുന്നതിലും കാര്യമുണ്ട്. ആരെങ്കിലും വന്നാൽ തീർന്നു. ഒന്നുമില്ലാണ്ട് രണ്ടാളും. ഞാൻ വേഗം ബാത്റൂമിൽ കയറി ഫ്രഷായി പുറത്തിറങ്ങി. സജിനും റെഡിയായി വന്നു. പോയാലോ? ആ, പോവാം. ഞാൻ ആക്കി തരണോ? വേണ്ട മോനെ, ആരെങ്കിലും കണ്ട് കെട്ടിനോട് പറഞ്ഞാൽ തീർന്നു. അപ്പോൾ ഓക്കെ, നാളെ. രജനി ആളൊരിതാണെന്ന് എങ്ങനെ സെറ്റാക്കും? അവർ പരിപാടി തുടങ്ങിയ ലാഭം എനിക്ക് തന്നെയാണ്. കാവലിനാളെ നിർത്തി ധൈര്യമായിട്ടാക്കാമല്ലോ. ഒരു പെണ്ണിനെ ഇതാക്കണം എന്നൊരു മോഹം പണ്ട് മുതൽക്ക് എൻ്റെ ചെറിയ തട്ടലും മുട്ടലൊക്കെ ഇതാക്കുമ്പോഴേ ഉള്ളതല്ലേ. പച്ചക്കരുത് അടുത്തിതാക്കിയിട്ടില്ല. കിട്ടിയ രജനി പോലെ ഒന്നിന് കിട്ടണം. എന്നാ ഇതാ അല്ലേ. വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു തീരുമാനവും ഞാൻ എടുത്തു. എങ്ങനെയും സജിനെ കൊണ്ട് രജനി ഇതാക്കിപ്പിക്കണം. ആരാണാവോ? ഈ നേരത്ത് ഫോൺ അടിക്കുന്നത് കേട്ട് രജനി പ്രാഗി പറഞ്ഞു. കിഷോറിൻ്റെ നമ്പർ കണ്ടതും അവൾക്ക് ഉള്ള ആളൊരു സന്തോഷം വന്നു. വേഗം അവൾ ഫോൺ എടുത്തു. ഹലോ, പറയടാ. നീ എവിടെ ആയിരുന്നടി? ഞാൻ കിടക്കായിരുന്നു. ഒരു കാര്യം ഉണ്ടായിരുന്നു, അതാ വിളിച്ചേ. എന്താടാ? അപ്പൂൻ്റെ കാര്യം. എന്തേ? അവനൊരു ജോലി ശരിയായിട്ടുണ്ട്. ആണോ? എവിടെ? പുറത്താ, ഇറ്റലി. ആണോ? എന്താ ജോലി? ജോലി അവൻ പഠിച്ച പണിയുണ്ട്, ഷിപ്പിൻ്റെ ടെക്നിക്കൽ വിങ്ങിലേക്കാ. ആണോ? നല്ല ജോലിയാ? ജോലി നല്ലതാ. ഒരു പ്രശ്നമുണ്ട്. എന്താടാ?
6 മാസത്തെ ഒരു കോഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ജോലി സ്ഥിരമാവും. അതെവിടെ ചെയ്യും? അത് കമ്പനി തന്നെ കൊടുക്കുന്നതാ. പ്രശ്നം അതല്ല, അതിൻ്റെ ചിലവ് നമ്മൾ എടുക്കണം. അതെത്ര വരും? അതെല്ലാം കൂടി ഒരു 10 ലക്ഷം. 10 ലക്ഷമോ? ഇതിനെന്താടാ പറയുന്നത്? 10 ലക്ഷം എവിടെ നിന്ന് ഉണ്ടാക്കാനാ? 5 ഞാൻ ഒപ്പിക്കാം. എടാ എന്നാലും നല്ല ജോലിയാടി, ചെറുക്കാൻ രക്ഷപ്പെടും. അതൊക്കെ ശരി, പക്ഷേ 5 ലക്ഷത്തിന് 5 ലക്ഷം തന്നെ വേണ്ടേ? നീ ഒന്ന് ശ്രമിക്ക്. നോക്കട്ടെ. നീ ഇപ്പം എവിടെയാ? ഞാൻ വീട്ടിലോട്ട് പോകുന്ന വഴിയില്ല. ഇപ്പോൾ വിവരം കിട്ടിയതേ ഉള്ളൂ. ഞാൻ ദേ കോട്ടപ്പുറം കഴിഞ്ഞു. പതുക്കെ പോ. അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലടി, കാലുവേദന ഇടയ്ക്ക് കൂടും. അമ്മയോട് പറ, ഞാൻ വിളിച്ചോളാന്ന്. കുട്ടൂസനും മാളനും സുഖമല്ലേ? അവരൊക്കെ ഓക്കെയാ. കുട്ടൂസൻ തന്നെ ചോദിക്കുന്നുണ്ട്, കുറേ ആയില്ലേ കണ്ടിട്ട്. എന്നാ നീ നോക്കിയിട്ട് പറ. ദൈവമേ, 5 ലക്ഷമോ? എവിടെ നിന്ന് ഉണ്ടാക്കാൻ? വീടിൻ്റെ ആധാരം ബാങ്കിലാണ്. അല്ലെങ്കിൽ അത് വിറ്റിട്ടുണ്ടെങ്കിലും പൈസ ഒപ്പിക്കായിരുന്നു. രാജീവിനോട് പറഞ്ഞിട്ട് കാര്യവുമില്ല. എന്നാലും പറയാതെ എങ്ങനെ? ഒരുപാട് മുങ്ങൽ രജനിയുടെ മനസ്സിലൂടെ മിന്നിമറിഞ്ഞു. 5 ലക്ഷം വലിയ തുകയാണ്. അത്രയും നിന്ന് സഹായിക്കാൻ കഴിവുള്ള സുഹൃത്തുക്കളോ ബന്ധുക്കളോ തനിക്കില്ല എന്ന തിരിച്ചറിവ് രജനിക്കുണ്ടായിരുന്നു. രാജീവേട്ടാ, കിഷോർ വിളിച്ചിരുന്നു. അതിന് ഞാൻ തലകുത്തി നിൽക്കണോ? അപ്പൂൻ്റെ കാര്യം പറഞ്ഞ് വിളിച്ചതാ. എന്താ അപ്പൂന്? അവനൊരു ജോലി ശരിയായിട്ടുണ്ട്. ഇറ്റലിയിൽ ഒരു ഷിപ്പിൻ്റെ കമ്പനിയാണ്. എന്നാ പോണ്ടേ? ഒരു 6 മാസത്തെ കോഴ്സുണ്ട്. അതിനൊരു 10 ലക്ഷം ചിലവ് വരും. 10 ലക്ഷമോ? അതൊന്നും വേണ്ട. ഇവിടെ എന്തെങ്കിലും പണി നോക്കാൻ പറ. 10 ലക്ഷേ? 5 ലക്ഷം കിഷോർ തരും. ബാക്കി നമ്മൾ നോക്കിയാൽ മതി. അവനോട് 5 ലക്ഷം തരാൻ പറ. നമുക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം. പതിഞ്ഞ് പൊങ്ങുന്ന ദേഷ്യം കടിച്ച മറ്റ് രജനി. ബിസിനസ് കുറേ ചെയ്തല്ലേ? ഇതെൻ്റെ മോൻ്റെ ജീവിതത്തിൻ്റെ കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. എൻ്റെ കയ്യിലില്ല. അല്ലെങ്കിൽ എന്താ ഉണ്ടായിട്ടുള്ളത്? എന്തായാലും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഉള്ളത് കൊണ്ടുപോയി നശിപ്പിക്കുക എന്നല്ലാതെ നിങ്ങളെ കൊണ്ട് എനിക്ക് എന്ത് ഗുണമുള്ളത്? അടങ്ങടി, മതി കുറച്ചത്. എന്നെ തെറി വിളിക്കുന്ന സാമർഥ്യം മറ്റു കാര്യങ്ങളുണ്ടായിരുന്നെങ്കിൽ എന്നേ ഇവിടെ രക്ഷപ്പെട്ടേനെ. ഇനിയും ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് രാജീവിന് മനസ്സിലായി. അയാൾ മെല്ലെ അവിടെ നിന്ന് വലിഞ്ഞു. 5 ലക്ഷം മാത്രമായിരുന്നു രജനിയുടെ മനസ്സിൽ. അവൾ മകനെ വിളിച്ചു. എൻ്റെ മോനെ അപ്പു. അമ്മ, എന്തൊക്കെയാ? സുഖമല്ലേ നിനക്ക്? ഭക്ഷണം കഴിച്ചില്ലേ? കഴിച്ചു. അമ്മ കഴിച്ചോ? നീ എന്താ കഴിച്ചേ? ചപ്പാത്തി ചിക്കൻ. ചിക്കനൊക്കെ ഉണ്ടോ? കോളടിച്ചല്ലോ. അതിന് ഇവിടെ ഒരുത്തൻ്റെ ബർത്ത്ഡേ, അവൻ്റെ വകയാണ്. മാമൻ വിളിച്ചു തന്നെ. ജോലിയുടെ കാര്യം പറഞ്ഞു. അതൊന്നും നടക്കില്ലമ്മ. അതെന്താടാ? 10 ലക്ഷം എവിടെ നിന്ന് ഉണ്ടാക്കാനാ? ലോട്ടറി അടിക്കേണ്ടി വരും. എന്നാലും ഒന്ന് ശ്രമിക്കാമല്ലോ. എങ്ങനെ? നോക്കട്ടെ. ആരോടെങ്കിലൊക്കെ ചോദിക്കണം. നീ സമാധാനമായിട്ടിരിക്കടാ. ഭാഗ്യമുണ്ടെങ്കിലൊക്കെ ശരിയാവും. നല്ലോണം പ്രാർത്ഥിക്ക്. അമ്പലത്തിലേക്കൊന്ന് പോ. ഞായർ പോവാം. എന്നാ നീ കിടന്നോ? നാളെ വാക്കല്ലേ? ഉണ്ട്. മോളെയും വിളിച്ച് അപ്പോൾ എൻ്റെ ജോലിക്കാര്യം പറഞ്ഞു. മോൾ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെയാണ്. അവൾക്ക് ജോലി കിട്ടിയതും അവിടെ തന്നെയാണ്. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവളുടെ അമ്മയേക്കാൾ അമ്മച്ചനെയും അമ്മമ്മയാണ്. അവളെല്ലാം ചെറുപ്പം മുതൽ കണ്ടറിഞ്ഞ് സാധിപ്പിച്ചു കൊടുത്തവർ. അത്രയ്ക്ക് സ്നേഹം അവർക്ക് തമ്മിൽ. ഏത് ചെറിയ കാര്യവും അവർ തമ്മിൽ പങ്കുവെക്കും. മക്കളെക്കുറിച്ച് ഓർത്ത് രജനി കിടന്നു. മകൻ ആകാശെന്ന് അപ്പു, മകൾ ആവണിയെന്ന് ചിന്നു. മോൾക്ക് കല്യാണപ്രായി. പലരും ചോദിക്കുന്നുണ്ട്. അതിനും വേണം ഒരുപാട് കാശ്. എല്ലാവരും കൂടെ ആലോചിച്ച് തല വരയ്ക്കുന്ന പോലെ തോന്നി. ഉറക്കത്തിൽ എപ്പോഴോ രാജീവൻ പരിപാടിക്കായി എത്തി. രജനിയുടേത് മുകളിലേക്കിതായപ്പോൾ ഉറക്കത്തിൽ അവർ സ്പർശനം അറിഞ്ഞുണ്ട്. അസഹ്യമായ തലവേദനയും മനോവിഷമവും. അതിനിടയ്ക്ക് ഇത്. ആൾക്ക് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. അത് ഉറക്കാൻ സമ്മതിക്കില്ല നിങ്ങൾ. എന്താ നിങ്ങൾക്ക് വേണ്ടേ? എൻ്റെ അതോ? അത് മാത്രമേ നിങ്ങൾക്ക് വേണ്ടുള്ളൂ? തൊട്ടാലുണ്ടല്ലോ എൻ്റെ തന്നി സ്വഭാവം നിങ്ങൾ കാണും. സത്യത്തിൽ രാജീവനൊന്ന് പതറി. രജനി ഇങ്ങനെ പ്രതികരിക്കുന്നത്. രജനിയും അത്യാവസ്ഥയിലായിരുന്നു. ആദ്യമായിട്ടാണ് അവൾ രാജീവനെ എതിർത്ത്, അതും ശക്തമായിട്ട്. പലപ്പോഴും പലതും പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിലും രാജീവനോട് കയർത്ത് സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. അതും ഇങ്ങനൊരു കാര്യത്തിന് എപ്പം വന്നാലും അകത്തി കൊടുത്തിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാണ്. ഇങ്ങനെ വലുതായൊന്നും സംഭവിച്ചില്ല. കുറച്ച് മുന്നേ നടന്നതിൻ്റെ ബാക്കിപത്രമായി രാജീവൻ അതിനെ കണ്ടു. കാശ് കിട്ടാത്തതിൻ്റെ ആവുമെന്ന് അയാൾ വിചാരിച്ചു. 2 ഇടത്തായി അവർ കിടന്നു. ഇതെങ്ങനെയും രജനിയുടെ മനസ്സറിയണമെന്ന ചിന്തയോടെ സലീന ഓഫീസിലെത്തി.
എങ്ങനെ തുടങ്ങും, ഏത് വഴിക്ക് പോകണം എന്നൊന്നും അറിയില്ല. ഒന്ന് മാത്രം അറിയാം, എങ്ങനെയെങ്കിലും സജിനെ കൊണ്ടൊന്ന് ഇതാക്കിപ്പിക്കണം. എന്താലോചിച്ചിരിക്കുക പെണ്ണെ? ഒന്നുമില്ല. എന്താ ഇന്നലെ പോയിട്ട്? അത് ശരിയായില്ലടി. അതെന്തേ? അതിൻ്റെ മുകളിലേക്ക് ഇനി കിട്ടില്ല എന്ന്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? അതൊന്നുമില്ല ഇപ്പോഴത്തെ പ്രശ്നം. പിന്നെ ചെക്കൻ്റെ കാര്യം എന്തു പറ്റി? കാര്യങ്ങളെല്ലാം രജനി സലീനയോട് പറഞ്ഞു. സലീനയുടെ മനസ്സിൽ മറ്റൊരു പദ്ധതി ഉടലെടുത്ത്. ഒരു കച്ചിത്തുരുമ്പിന് വേണ്ടി കാത്തിരുന്ന സലീനയുടെ മുന്നിലേക്ക് അവസരത്തിൻ്റെ വാതിൽ രജനി മലക്കി തുറന്നത്. 1,00,000 ഞാൻ തരാം. എങ്ങനെ? അതൊക്കെയുണ്ട്, നിങ്ങൾക്ക് കാശ് കിട്ടിയാൽ പോരെ. എന്നാലും എങ്ങനെയെന്ന് പറ. കുടുംബശ്രീയിൽ നിന്ന് ലോണ് കിട്ടും. ആണോ? എന്നാലും വേണ്ടേ 4,00,000? അത് നമുക്ക് നോക്കാം. എന്തെങ്കിലും വഴി പടച്ചോൻ കാണിക്കും. നമ്മുടെ സാറിനെ കാണാനില്ലല്ലോ. വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ദേ വരുന്നു. എന്താ ഒരു കള്ളച്ചിരി. കയ്യിലെന്തുകൊണ്ടടി? അതാ. എന്നാ മാഷേ, ഒരു കള്ളച്ചിരിയും കയ്യിലൊരു പൊതിയും. ഒരു KSF ചിട്ടി ഉണ്ടായിരുന്നു, അത് കിട്ടി. അതിനൊരു സന്തോഷത്തിന് വാങ്ങിയതാ. എത്രയാ? 5,00,000. 10,000 വെച്ച് 50 മാസം. അതെന്തായാലും നന്നായി. പടച്ചോൻ വഴി കാണിച്ചത് കണ്ടില്ലേ? പടച്ചോനോ? എന്ത് വഴി? എന്താ ചേച്ചി ഇത്തക്ക് പ്രാന്തായോ? എടാ, ഞങ്ങളിപ്പോൾ 5,00,000 വേണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. എന്താ കാര്യമെന്ന് വ്യക്തമായിട്ട് പറയേ, എന്നാലല്ലേ മനുഷ്യന് മനസ്സിലാവൂ. കാര്യം വിശദമായിട്ട് സലീന അവതരിപ്പിച്ചു. ഇതാണോ കാര്യം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കാശിന് ആവശ്യമില്ല. വേണ്ടപ്പോൾ ഉപകരിച്ചില്ലെങ്കിൽ ഇതുകൊണ്ട് എന്ത് ഗുണം? ചേച്ചി അപ്പൂൻ്റെ കാര്യങ്ങൾ റെഡിയാക്കിക്കോ. 4,50,000 ഉണ്ട്. 50 കൂടി നമുക്ക് ഒപ്പിക്കാം. മോൻ 4,00,000 കൊടുത്താൽ മതി. ഒന്ന് ഞാൻ കൊടുത്തോളാം. അങ്ങനെയോ? എന്നാ അങ്ങനെ ആവട്ടെ. പോടാ, ഒന്ന് കളിയാക്കാതെ. അല്ല, ഇതെന്താ കണ്ണൊക്കെ നിറച്ച്? ചേച്ചിയെ ഈ കവളിലൂടെയും കണ്ണു ഒഴുകി രജനി പൊട്ടി പൊട്ടി കരഞ്ഞു. അയ്യേ, ഇതെന്താ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ കണ്ണുടക്കി ചേച്ചി? ചേച്ചി എന്തു പറ്റി? അറിയില്ല. ഒരിക്കലും നടക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. എന്നാലും അടുത്തുള്ളവർ പോലും സഹായിക്കാൻ പഠിക്കുന്ന കാലത്ത് ഇത്രയും വലിയ പൈസ ഞാൻ എങ്ങനെ നിങ്ങളോട് നന്ദി പറയും? എൻ്റെ ചേച്ചി, നിങ്ങളിതിന് ഫോർമാറ്റ് കളിക്കാതെ ഒരാവശ്യം വരുമ്പോൾ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ബന്ധം? രജനി അനിയനെയും മകനെയും മകളെയും വിളിച്ച് കാശ് ശരിയായ കാര്യം പറഞ്ഞു. കള്ളൊന്നുമല്ല അവൾ പറഞ്ഞില്ല. സജിൻ 4,00,000 സലീന 1,00,000 കൊടുക്കാമെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ അവൾ മറ്റുള്ളവരെ അറിയിച്ചു. പോക്കിൻ്റെ കാര്യമെല്ലാം കിഷോർ ഏറ്റെടുത്തു. 2 ആഴ്ചയ്ക്കുള്ളിൽ പോകണം. ഞാൻ ഇന്ന് തന്നെ കാശ് പിൻവലിക്കാം. ചെക്ക് കൊടുത്ത് മാറണം. അല്ലെങ്കിൽ വേണ്ട, വെച്ച് താമസിപ്പിക്കണ്ട. ഞാൻ വീട്ടിൽ പോയി ചെക്ക് എടുത്ത് ബാങ്കിൽ കൊടുത്തിട്ട് വരാം. തിരക്കില്ലെങ്കിൽ വാങ്ങിയിട്ട് വരാം. ആരെങ്കിലും വന്നാൽ വിളിച്ചോ. എൻ്റെ കാശ് തിങ്കളാഴ്ച കിട്ടും. നേരെ കുടുംബശ്രീ കഴിഞ്ഞു. അത് അപ്പോഴേക്കും മതിയല്ലേ ചേച്ചി? എന്നാ നിങ്ങൾ എവിടെ ഇരിക്കും, ഞാൻ പോയിട്ട് വരാം. ചേച്ചി, നമുക്ക് മുകളിൽ കയറിയാലോ? പേരക്കയും മാങ്ങയുണ്ടോയെന്ന് നോക്കാം. ബായോ. മുൻവാതിലടച്ച് 2 ആളും കൂടി പിറകിലേക്ക് നടന്ന് കോണി കയറി ടെറസിലെത്തി. ചുറ്റും മരങ്ങൾ നിറഞ്ഞ് മാവും പ്ലാവും ബദാമും പേരയും അങ്ങനെ ഒരുപാട് മരങ്ങൾ തിങ്ങി നിറഞ്ഞ സ്ഥലത്താണ് മൃഗാശുപത്രി. മാവിൻ്റെയും പേരയുടെയും കൊമ്പുകൾ വളർന്ന് ടെറസിലാണ്. ടെറസിൽ നിന്ന് കയ്യെത്തി മാങ്ങ പറിക്കാം. ചെറിയൊരു തോട്ടി അവിടെയുണ്ട്. രജനിയും സലീനയും മാങ്ങ പറിക്കാൻ തുടങ്ങി. അത്രയ്ക്ക് അധികമൊന്നുമില്ല. അവിടെയും ഇവിടെയൊക്കെ 2 മൂത്തത്. സലീന മാവിൻ കൊമ്പിലേക്ക് നോക്കി. പടച്ചോൻ എൻ്റെ കൂടെ തന്നെ. പുളിയുറുമ്പിക്കൂടി കട്ട് അവൾക്ക് ബുദ്ധി ഇരിച്ച് സൂത്രത്തിൽ ഓരോന്ന് പറഞ്ഞ് അവൾ രജനിയെ ഉറുമ്പിൻ്റെ കൂടെ താഴെ നിർത്തി. തോട്ടി കൃത്യം വെച്ച് ഒറ്റ വലി. കൂട് പറഞ്ഞ് രജനിയുടെ ചുരിദാറിൻ്റെ പുറത്ത് കൃത്യം അവിടേക്ക് തന്നെ വീണു. അയ്യോ, രജനി ഒരൊറ്റ ചാട്ടം. ചേച്ചി, ഞാൻ കണ്ടില്ല, സോറി. വേഗം തള്ളിക്കളയടി, ഭണ്ഡാരം കട്ടിക്കുന്നടി. സലീന വേഗത്തിൽ ഉറുമ്പിനെ തട്ടിക്കളഞ്ഞു. കൈ രചനയുടെ എല്ലായിടത്തും കൂടി ഉറുമ്പിനെ തട്ടിക്കളഞ്ഞു മാറ്റുക. ഉറുമ്പില്ലെങ്കിലും സലീന കിട്ടിയ അവസരം മുതലാക്കി രചന തന്നെ അതിൻ്റെ സ്വകാര്യ ഭാഗങ്ങളുടെ അതൊക്കെ മൃദുലവും ഇതൊക്കെ മനസ്സിലാക്കി. ഇടി അകത്തേക്ക് കാലിട്ടുണ്ട്, എന്താ ചെയ്യുക? താഴെ പോയി അയച്ചിട്ട് നോക്കാം. രചന സ്റ്റെപ്പുകൾ ഓടിയിറങ്ങി. വാതിലടക്കടി. സലീന മുൻവാതിലകത്തുനിന്നും കുറ്റിയിട്ട് ചുണ്ടുകൾ തുറന്നു വെച്ചു. രജനി അകത്തെ മുറി കയറി ഡ്രസ്സ് അയച്ച് ചുരിദാർ ടോപ്പൊക്കെ മാറ്റി. അതൊക്കെ എടുത്ത് കുടഞ്ഞു. അകത്തെ മുറിയിൽ രജനി എന്ന കൊഴുത്തിത് ഒതുങ്ങാത്തിത് നിൽക്കുന്ന കാഴ്ച
അയ്യോ, സലീനയുടെ ഉള്ളിൽ ചൂട് പിടിപ്പിച്ചു. സലീന രജനിയുടെ അടുത്തേക്ക് നടന്നു. ആ സൗന്ദര്യം അവൾ ആർത്തിയോടെ നോക്കി. അനുഭവിക്കണം ഇവളെ, ഒന്നുമില്ലാണ്ട് മൊത്തത്തിൽ. എന്ത് കണ്ട് നിൽക്കാൻ പണേ, തട്ടി പുറത്തേക്ക് കൊണ്ടുവന്ന് നോക്കിക്കേ. ആ വിറയ്ക്കുന്ന കാലടികളോടുകൂടി സലീന രജനിയുടെ പുറകിലെത്തി. വിരിഞ്ഞു പറന്ന് ആ മാംസളമായ അത് മുളത്ത് അടിയുള്ളത് മാത്രമായിരുന്നു ഏകവസ്ത്രം. ഏതോ ഒരു ഉൾപ്രേരണയിൽ സലീന അതിൻ്റെ ഹുക്കം കഴിച്ചു വിട്ടു. എന്തിനടി അത്തൂരുന്ന്? സ്ത്രീ സഹജമായ നാണം രജനിക്കുണ്ടായി. ഒരു പെണ്ണിൻ്റെ മുന്നിലാണെങ്കിലും മറ്റൊരാളുടെ മുന്നിൽ ഇതുപോലെ നിന്നിട്ടില്ല ഇതുവരെ അവൾ. അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവും ചെയ്ത പ്രവൃത്തി എങ്ങനെയും ന്യായീകരിക്കാൻ സലീന പാടുപെടുക. അങ്ങനെയൊന്നും വിചാരിച്ചല്ല, കണ്ടപ്പം കൂടിപ്പോയി. താഴത്തിൻ്റെ ഉള്ളിലൊന്നുമില്ലല്ലോ, വേണ്ടത്തിടത്ത് എങ്ങനെ കടിച്ച പണിയാകും. ഒന്ന് പോടി, ആടില്ലെന്ന് തോന്നുന്നു. എന്നാലും ഒന്ന് ഉറപ്പിക്കാമല്ലോ, അയച്ചു മാറ്റിക്കോ. വേണമെന്ന് രജനിക്കുണ്ട്, എങ്ങാനും കടിച്ച പിന്നെ പറയണ്ട. പക്ഷേ സലീന നിൽക്കുമ്പോൾ എങ്ങനെ? കാര്യം എനിക്കുള്ളത് തന്നെ അവക്കും ഉള്ളത് എന്ന് വെച്ച് ഒന്നുമില്ലാണ്ട് എങ്ങനെ മറ്റൊരാളുടെ മുന്നിൽ നിൽക്കുക അല്ലേ? അഴിച്ചു നോക്കി ചേച്ചി, ആരെങ്കിലും വരുന്നതിന് മുന്നേ. സലീന നന്നായി പ്രോത്സാഹിപ്പിച്ചു. രജനി എന്നെ ആ തിടമ്പിനെ മൊത്തത്തിൽ സലീനയ്ക്ക് സ്കാൻ ചെയ്യാൻ കിട്ടി. രജനിയുടെ കൈ അതിൻ്റെ അമ്മതും പെടുന്നത് സലീനയുടെ ചങ്കായിരുന്നു. താൻ ഏറെ കൊതിക്കുന്ന അതൊക്കെ ഇട്ടിക്കാണാനുള്ള ഭാഗ്യം ആ മുഹൂർത്തത്തിനായി അവൾ കാത്തിരുന്നു. സംഗതി തൻ്റെ ഇത് കാണുന്നത് മറ്റൊരു പെണ്ണാണെങ്കിലും രജനിക്ക് നാണം കണ്ട് ചുവന്നു. ആദ്യമായി രാജീവേൻ്റെതല്ലാതെ മറ്റൊരാളുടെ മുന്നിൽ അല്പം പോലും അണിഞ്ഞവൾ നിന്നിട്ടില്ല. അതിൽ പക്ഷേ ഒരു സുഖവും എന്തൊരു ത്രില്ലൊരാകാംക്ഷ. ഹൃദയമെടുപ്പ് വേഗത്തിലായി. എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കണം? സ്വയം മനസ്സിനെ ശാന്തമാക്കി രജനി അത് പതിയെ താഴ്ത്തി. ഓ, സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് മോളെ. റോസ് നിറത്തിലുള്ള അതിൽ പുറമൊക്കെ പിന്നെ പറയേണ്ടതില്ല. തമ്മിൽ ചേർന്ന് വിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയോ? സലീനയാണതേ കണ്ണ് ചിമ്മരെ നോക്കി നിൽക്കുക. അത് താഴുന്നതും ഇളകുന്നതും ആ ചാലൊക്കെ കാണുന്നതും ഒരു വല്ലാത്ത കാഴ്ച തന്നെയായിരുന്നു നോക്ക്. വിറയ്ക്കുന്ന ചുണ്ടുകളോട് തരിക്കുന്ന ഇതുമായി സലീന സൗന്ദര്യം ആസ്വദിച്ചു. അതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വല്ലാണ്ട് സലീന കുറച്ചെങ്കിലും ക്ഷമ കാണിക്കാൻ അവൾ തീരുമാനിച്ചു. എടുത്തു ചാടിയൊന്നും ചെയ്തുകൂടാ. രജനിക്ക് വിശ്വാസമാകണം. അയാൾ സ്വയം സമ്മതത്തോടെ നിൽക്കണം. ഇതുപോലെ ഇതിന് നന്നായി ഒന്നുമില്ലാണ്ട് ഒക്കെ ചെയ്തതാന്ന് അവൾ മുട്ടുകുത്തി നിന്ന് കെഞ്ചണം. സഹിക്കാൻ കഴിയാതെ അവൾ നിൽക്കണം. അപ്പോൾ അത് മുതലെടുക്കണം. അല്ലാതെ എടുത്തു ചാടിയാൽ ചിലപ്പോൾ പണിയായാലോ. എന്താലോചിക്കാടി നീ? എന്താ ചേച്ചി? ഇവിടെ ഒന്നും അല്ലേ ആള്? ഞാൻ എന്തൊക്കെയോ ഓർത്തങ്ങനെ നിന്ന്. എന്താപ്പോ ഇത്ര അങ്ങോട്ട് ഓർക്കാൻ? സത്യം പറയണോ അതോ നുണ പറയണോ? സത്യം പറയണം. അതെന്താ ചോദ്യം? സത്യം പറഞ്ഞ ചേച്ചി ചിലപ്പോൾ എന്നെ തല്ലും. എന്നാലും വേണ്ടില്ല, ഞാൻ ചേച്ചിയുടെ സൗന്ദര്യം കണ്ട് മറന്നു നിന്നതാ. ഇതാണോ ഇതിൻ്റെ സത്യം? മര്യാദയ്ക്ക് സത്യം പറയടി വേണ്ടേ? സത്യം ഇതന്നെയാ ഓർത്തത്. ഇത് കണ്ടപ്പോൾ എന്തൊക്കെയോ ആലോചിച്ച് നിന്നു. അയ്യേ, എന്തൊക്കെയാണ് ഈ പറയണേ? അതാ പറഞ്ഞ് സത്യം പറഞ്ഞ ചേച്ചീനെ തല്ലുന്ന്. ഒന്ന് പോടി, നിനക്കിത് തന്നെയല്ലേ ഉള്ളത്? പിന്നെന്താ? എനിക്കൊക്കെ ഉണ്ട്, പക്ഷേ ചേച്ചിയുടെ അത്രയില്ല. എനിക്കെന്തോ കണ്ടിട്ടെങ്കിൽ കൊത്തിയായി. ഓ, ആണുങ്ങളുടെ കാര്യം എന്താവും? എത്ര ആളുകളിത് കണ്ടിട്ടാ സെറ്റാക്കിയിട്ടുണ്ടാവും. എന്തൊക്കെയാണ് ഈ പറയുന്നത്? പിന്നെ ചേച്ചി സത്യമായില്ലേ ഇതൊക്കെ കേൾക്കണേ? സോറി. പിന്നെ ചേച്ചി ആദ്യമായിട്ടല്ലേ ഇതൊക്കെ കേൾക്കണേ? എന്താ പെണ്ണ്, നല്ല ഇത് കയറി ലക്ഷണം ഉണ്ടല്ലോ. എനിക്ക് അത്യാവശ്യം ഒക്കെ കൂടുതലാണ്. ചേച്ചിക്കില്ലേ? ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. അതെന്താ ഇപ്പോൾ? ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ. തീർത്തരാൻ ആൾ വേണ്ടേടി. ഏട്ടൻ ചെയ്യൂലേ? ഏട്ടൻ ചെയ്യും. ഏട്ടന് വേണ്ടി മാത്രം കോപ്പ്. ഒരു ഉമ്മ പോലും വെക്കില്ല. വല്ല മെഷീനെ പോലെയാ. വരിക, കയറുക, അടിക്കുക, പോവുക. അത് 2 മിനിറ്റ്. അപ്പോഴേക്കും ദേ വന്നു, ദേ പോയി.
ഇപ്പോൾ എനിക്ക് അതുപോലും ഇഷ്ടമല്ല, എന്തോ വെറുപ്പാണ്. ഇപ്പോൾ ആളെ തൊടുമ്പോഴും കൊതിച്ചിരുന്നിട്ടുണ്ട് ഒരു കാലത്ത്. ഇപ്പോൾ എനിക്ക് ആ കൊതിയൊന്നുമില്ല. അതൊന്നും ഞാൻ ഓർക്കാറ് പോലും ഉള്ളതാ സത്യം. അങ്ങനെ പറയാതെ സുഖിക്കേണ്ട പ്രായത്തെ സുഖിച്ചില്ലെങ്കിൽ പിന്നെ എന്താ, വയസ്സായിട്ട് ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? നമുക്കൊന്നും ഇനി അധികം സമയമില്ല കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ഓർക്കാറില്ലടി. എങ്ങനെയും മക്കൾ രണ്ടുപേരെയും ഒരു കരയെത്തിക്കണം. എൻ്റെ ജീവിതവും പോയി, മക്കളെങ്കിലും നന്നായി കണ്ടാൽ മതി. മക്കളും നന്നാവണം, നമ്മളും നന്നാവണം. ചേച്ചിയെ പോലെ തന്നെയാണ് എൻ്റെയും ജീവിതം. 3 മക്കളാണ്, അവരാണ് എൻ്റെ ലോകം. ഭർത്താവ് പേരിനുണ്ടെന്നല്ലാതെ കുടുംബത്തിനോ എനിക്ക് ഒരു ഗുണവുമില്ല. അവരുടെ ഏട്ടന്മാർ പറയുന്നതനുസരിക്കും. അവരോടാണ് കൂടുതൽ ഇഷ്ടം. കുഞ്ഞനീനല്ലേ, ഏട്ടന്മാർ പറ്റിക്കാണെന്ന് ഈ പൊട്ടന് മനസ്സിലാവണ്ടേ. നല്ലതൊക്കെ ഓരോന്ന് പറഞ്ഞു കൊണ്ടുപോയി. ആർക്കും വേണ്ടാത്ത വെള്ളക്കെട്ട് ഞങ്ങൾക്കും. എന്ത് പറയാൻ, ആരോട് പറയാൻ? ആദ്യം ഞാനും ഇങ്ങളെപ്പോലെ ആയിരുന്നു. എന്ത് പറഞ്ഞാലും പ്രതികരിക്കില്ല, എതിർക്കില്ല, അടിച്ചാൽ പോലും ഒന്നും പറയില്ല. എല്ലാം സഹിച്ചു മക്കൾക്ക് വേണ്ടി. എന്നോ ഒരിക്കൽ എന്തോ ധൈര്യത്തിൻ്റെ പുറത്ത് എന്നെ അടിച്ചപ്പോൾ ഞാൻ തിരിച്ചടിച്ചു. അപ്പം കിട്ടി ധൈര്യം. അടിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊരു കുറ്റബോധമൊക്കെ തോന്നി. അതൊന്നും പക്ഷെ ഞാൻ പുറമേ കാണിച്ചില്ല. എൻ്റെ മേലിൽ തൊട്ട കൊല്ലുമെന്ന് പറഞ്ഞ് ഒന്നുകൂടി അങ്ങോട്ട് ചെന്ന്. ആദ്യമാണ് എന്നെ ഇങ്ങനെ കാണുന്നത് ആൾ. പേടിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അതൊരു കച്ചിത്തുരുമ്പായിട്ട് തന്നെ മാറി. ആ നിമിഷം തൊട്ട് ഞാൻ മാറി. എതിർക്കാൻ തുടങ്ങി, ആവശ്യങ്ങൾ പറയാൻ തുടങ്ങി. എനിക്കൊരു നിർബന്ധമില്ലെന്ന മട്ടിൽ തനിച്ച് ഞാൻ ജീവിക്കുന്ന രീതിയിലായി. ഈ താത്തമാർ എന്തെങ്കിലും പറഞ്ഞാലൊന്നും ഞാൻ തിരിച്ച് പറയാറുണ്ടായിരുന്നില്ല. അതിനുശേഷം അവരോടും പറയും. ഇപ്പം അതുകൊണ്ട് ആരും മെക്കിട്ട് കയറാൻ വരാറില്ല. നമ്മളെ ഭരിക്കാൻ നമ്മൾ തന്നെയാണ് അനുവാദം കൊടുത്തത്. ആണുങ്ങൾ എത്ര സ്ഥലത്ത് പോകുന്നുണ്ടാവും. അവർക്കൊരു പെണ്ണിനെ കിട്ടിയാൽ അവർ വേണ്ടെന്ന് വെക്കോ? ഭാര്യയെ ഓർക്കോ? മക്കളെ ഓർക്കോ? ഒരിക്കലുമില്ല. എല്ലാവരും എന്നല്ല, അധികം പേരും അവരാ സാഹചര്യം നന്നായി മുതലാക്കും. ഇങ്ങനെയൊക്കെ, അതായത് എങ്ങനെയൊക്കെ സുഖിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവർ ചെയ്യും. സമൂഹത്തിൽ അതിനൊരു കുഴപ്പമില്ല, അതിലൊരു തെറ്റുമില്ല. ആണുങ്ങളാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന അവസാനത്തിലൊരു പഞ്ച് ഡയലോഗും. അത് കൂടുതലും പറയുന്നത് പെണ്ണുങ്ങളും ആണ്. ആണിനാവാമെങ്കിൽ പെണ്ണിനും ആവാം അല്ലേ? ഇവിടെ എല്ലാവർക്കും ഒരേ ഇത് തന്നെയാണ്. അതൊരാൾ തരേണ്ടതല്ല, അത് നമ്മുടെ അവകാശമാണ്. ഭാര്യ ഭർത്താവ് ബന്ധത്തിൻ്റെ പേരിൽ നമ്മുടെ സമൂഹം ഉണ്ടാക്കി വെച്ച ആവശ്യമില്ലാത്ത കുറേ നിയമങ്ങളുണ്ട്. യഥാർത്ഥ സ്നേഹമുള്ളടുത്ത് ഈ നിയമങ്ങളും ഇല്ല, അവിടെ ഒന്നിന് അതിർവരമ്പുകളും ഇല്ല. നമ്മുടെ പങ്കാളിയെ സന്തോഷിപ്പിക്കുക, അവരുടെ ഇഷ്ടങ്ങളെല്ലാം നടത്തുക. ഇരുവരും പരസ്പരം അതിനുവേണ്ടി മത്സരിക്കും. സ്വർഗ്ഗ തുല്യമായ ജീവിതം. ഒരുപാട് ഭാഗ്യം ചെയ്യണം അതുപോലൊരു ജീവിതം ലഭിക്കാൻ. സലീനയുടെ ഇത്തരം സംഭാഷണം രജനി അങ്ങ് കേട്ടിട്ടില്ല. കാര്യമാണ് അവൾ പറഞ്ഞ ഏതൊക്കെയോ വാക്കുകൾ രജനിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അത്രയ്ക്കും മൂർച്ചയുണ്ടായിരുന്നു സലീനയുടെ വാക്കുകൾക്ക്, ആൾ പറഞ്ഞ രീതിക്കും. രജനിയിൽ മാറ്റത്തിൻ്റെ ആദ്യ ചുവടുവെപ്പ് അവിടെ നിന്ന് ഉണ്ടായി. സ്വാതന്ത്ര്യം, അത് തന്നെയാണ് മറ്റെന്തിനും മുകളിൽ. രജനി തിരിച്ചറിവിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കാൻ തുടങ്ങി. തൻ്റെ അതേ അവസ്ഥയിലുള്ള സലീനയിൽ നിന്നും. സലീനയുടെ ഓരോ അനുഭവങ്ങളും രജനി ശ്രദ്ധയോടെ താല്പര്യത്തോടെ കേട്ടിരുന്നു. പലതും മനസ്സിലാക്കി, പലതും അവളുടേതുമായി സാമ്യമുള്ളവ. ഇരുവരും എടുത്ത തീരുമാനങ്ങൾ മാത്രം മാറ്റുള്ളതായിരുന്നു. വിധേയായ രജനിയും തന്നിടെയായ സലീനയും. നമ്മുടെ പരാജയം നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ട് മാത്രം. ഉപദേശിക്കാൻ പലരും പലതരത്തിലും വരും. ഉപദേശങ്ങൾക്ക് ഒരു പഞ്ഞമില്ലാത്ത നാട്ടിലാണ് നമ്മളുള്ളതും. ഒരാവശ്യം വന്നാൽ ഒരു 10 രൂപ തരാൻ ആരുണ്ടാവില്ല. ഒപ്പം കൂടെ നിൽക്കുന്നവർ പോലും. നാം ഒന്ന് തിരിഞ്ഞാൽ നമ്മുടെ കുറ്റം പറയും അല്ലേ? തീരുമാനങ്ങൾ അത് ശരിയായാലും തെറ്റായാലും അത് നമ്മൾ തന്നെ എടുക്കണം. മറ്റുള്ളവരെ വാക്ക് കേൾക്കണ്ട എന്നല്ല. ഓരോരുത്തരുടെ അഭിപ്രായം നോക്കി ജീവിക്കുന്നെന്നാൽ നമ്മൾ തോറ്റുപോകും. ഒരാളുടെ ശരി മറ്റൊരാളുടെ ശരിയാവണം എന്നില്ല, തെറ്റായിരിക്കാം അല്ലേ? സത്യമാണ് നീ പറഞ്ഞത്. മാറണം ചേച്ചി, നമ്മൾ മാറണം. അതല്ലാതെ മറ്റൊരാളുടെ മുകളിൽ പഴിചാരിയിട്ട് അയാൾ നന്നാകുമെന്ന് കരുതി നമ്മുടെ ജീവിതം നശിപ്പിക്കരുത്. മക്കൾക്ക് വേണ്ടിയാണെങ്കിലും കുടുംബത്തിന് വേണ്ടിയാണെങ്കിലും ഭർത്താവിന് വേണ്ടിയാണെങ്കിലും ഒരു സമയം എത്തുമ്പോൾ ഇവർക്കെല്ലാം നമ്മളൊരു ഭാരമാകും.
അന്ന് നമ്മൾ ചിന്തിക്കും, ഇതിനായിരുന്നോ ഞാൻ എൻ്റെ ജീവിതം, എൻ്റെ സമയം, എൻ്റെ കഴിവുകൾ, എൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചത്. ആർക്കും അടിമയാകരുത്. നമ്മൾ തെറി വിളിക്കാനും തല്ലാനും നമ്മൾ കൊടുത്ത അധികാരം നമ്മൾ തന്നെ അങ്ങ് ഇല്ലാതാക്കണം. നമുക്ക് കഴിവുണ്ട്, അത് നമ്മളങ്ങ് തിരിച്ചറിയണം. നമ്മുടെ ശരീരം അത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതിലാര് കാണണം, ആര് തൊടണം, ആരനുഭവിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഭർത്താവാണെന്ന് വെച്ച് നമ്മൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാൻ അനുവദിക്കരുത്. പ്രസവിക്കണോ വേണ്ടെന്ന് പോലും തീരുമാനിക്കേണ്ടത് നമ്മളാണ്, അല്ലാതെ ഭർത്താവോ വീട്ടുകാരോ സമൂഹമൊന്നുമല്ല. നമ്മുടെ ജീവിതം നമ്മൾ തന്നെ തിരഞ്ഞെടുക്കേണ്ടതും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും. മനപ്പൊരുത്തില്ലായ്മയും ഒരുതരം ക്യാൻസറാണ്, മനസ്സിൻ്റെ ക്യാൻസർ. ചികിത്സയില്ലെങ്കിൽ മുറിച്ചങ്ങ് മാറ്റിയേക്കണം, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവന് തന്നെ ആപത്താണ്. അടുത്ത കാലത്ത് ഒന്നും തന്നെ ഇത്രയേറെ സ്വാധീനിച്ച വാക്കുകൾ ഉണ്ടായിട്ടില്ലെന്ന് രചന തിരിച്ചറിഞ്ഞു. സലീനയുടെ ഓരോ വാക്കും ആഴങ്ങളിലാണ് പതിഞ്ഞത്. ശരിക്കും എത്രയോ മുന്നേ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ തൻ്റെ ജീവിതം എത്ര അധംപതിക്കില്ലായിരുന്നു. ഇനിയും സമയമുണ്ട്. മോൻ്റെ കാര്യം ഒന്ന് ശരിയാവട്ടെ, ഞാനും മാറും. മനസ്സമാധാനമായിട്ട് കുറച്ച് നാളെങ്കിലും ഒന്ന് ജീവിക്കണം. ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒക്കെ ഒന്ന് നല്ലവണ്ണം അനുഭവിച്ചറിയണം. അല്ലേച്ചി, നമ്മുടെ സാറ് പോയിട്ട് കുറേ നേരം ആയല്ലോ. ബാങ്കിൽ തിരക്കായിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ കരുതുന്നതും പ്രതീക്ഷിക്കുന്നതും ഒന്നുമല്ല നടക്കുന്നതും യാഥാർത്ഥ്യവും. ചേച്ചിക്ക് എങ്ങനെ സജിനോട് വല്ലതും തോന്നിയിട്ടുണ്ടോ? എന്ത്? മറ്റേ ഇഷ്ടം വല്ലതും? ഒന്ന് പോടി, വേണ്ടാതിനും പറയാതെ. അതെന്താ? അവനെ കണ്ടാൽ തോന്നാതിരിക്കാൻ? സുന്ദരൻ, നല്ല സ്വഭാവം, നല്ല ഉറച്ച ശരീരം. ഏത് പെണ്ണിനൊരു മോഹം തോന്നില്ല? ഇല്ല, എനിക്ക് ഇതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ആരുടെങ്കിലും കൂടി ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? വേറെ ആളുകളെയൊന്നും ഞാൻ അങ്ങനെ സങ്കല്പിച്ചിട്ടില്ലടി. ഇനി സങ്കല്പിച്ചൂടെ? ആരെ? സജിനെ? അയ്യേ, എന്തിന്? ഞാൻ വളച്ചിട്ടില്ലാതെ കാര്യം പറയാം. തല്ലണമെങ്കിൽ തല്ലിക്കോ, ദേഷ്യം തീരുന്നവരെ. സജിന ചേച്ചി വേണമെന്നൊക്കെ ഉണ്ട്. ഒന്ന് പോടി, അത് നിനക്കെങ്ങനെ അറിയാം? ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഇതുണ്ട്. നിങ്ങൾ രണ്ടാളും വെറുതെ കളി പറയല്ലേ. കളി തന്നെയാണ്, കളിച്ച കാര്യം തന്നെയാണ് പറയുന്നത്. എപ്പോൾ, എവിടെ വെച്ച്, എന്ന്? അത് കുറച്ചായി തുടങ്ങിയിട്ട്. എന്നോട് ചോദിച്ചു, ഞാൻ സമ്മതിച്ചു. എനിക്കൊരു ആണിൻ്റെതൊക്കെ അറിയണമെന്ന് തോന്നിയ സമയം തന്നെ ആയിരുന്നു. വീട്ടിലന്നൊക്കെ ഞങ്ങൾ രണ്ടാളും രണ്ട് വഴിക്കായിരുന്നു. ചെയ്തിട്ടും കുറേയായി. സ്വയം എത്ര ശ്രമിച്ചിട്ടും മതിയാക്കാത്ത പോലെ. വികാരമായിട്ട് കുറയണമില്ല. എൻ്റെ സംസാരത്തിൽ നിന്നും അവൻ മനസ്സിലാക്കി എനിക്ക് നല്ലവണ്ണം തട്ടിക്കാന്ന്. തുറന്ന് ചോദിച്ചു, ഞാൻ സമ്മതിച്ചു. അതിനും നല്ലൊരാളെ എനിക്ക് കണ്ടെത്താൻ കഴിയില്ലെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. ഇവിടെ വെച്ച തുടക്കം ഇടയ്ക്കൊക്കെ കൂടും, അത് മതി. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും തീർത്തു തരും. ആർക്കെങ്കിലും ഞാനിപ്പോൾ അടിമപ്പെടുന്നെങ്കിൽ അത് അവൻ്റെ മുന്നിലാണ്, അതും പൂർണ്ണ സമ്മതത്തോടു കൂടി. അങ്ങനെ സലീനത്തെയും നമ്മുടെ രജനിയൊക്കെ ആയിട്ടിങ്ങനെ സംസാരിച്ചതാക്കുന്നതോടുകൂടി നമ്മുടെ കഥ ഇവിടെ തീരുക. ഒട്ടും തീർന്നിട്ടില്ല, ഇനി ഒരുപാടുണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ. ഓക്കെ, അപ്പോൾ കഥയുടെ അഭിപ്രായം എന്താണെന്ന് എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ബാക്കി ഇതിൻ്റെ അതായിട്ട് വരാം കേട്ടോ. അതല്ല, കഥയായിട്ട് ഞാൻ തന്നെ വരാം. അപ്പോൾ അടുത്തൊരു കഥയായിട്ട് വേഗം തന്നെ കാണാം. ബൈ ബൈ.